കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ഒരു മനസ്സോടെ കടന്നു വരികയാണ് കർത്താവെ. ഹല്ലേലൂയ. തിരുവരങ്ങളിലേക്ക് കർത്താവ് അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവ് യാത്രയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുവരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ലോർഡ്. കർത്താവെ തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവെ അങ്ങ് ചെയ്ത കർത്താവ് ആ നന്മകളെ ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങയെ സ്തുതിക്കുവാനും കർത്താവെ അങ്ങിൽ നിന്നും കർത്താവെ പ്രാപിക്കുവാനായി കർത്താവ് ഞങ്ങളുടെ ആയിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തിരുവരങ്ങളിലേക്ക് കർത്താവ് അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവെ ജോലികളിൽ നിന്നും കർത്താവെ ഭവനങ്ങളിൽ നിന്നും കർത്താവ് അടിയങ്ങളുടെ ആയിരിക്കുമ്പോൾ കർത്താവ് ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കർത്താവെ അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവെ. വി പ്രൈസ് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവ്. ഞങ്ങൾ ഐക്യതയോടെ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഈ സന്ധ്യാസമയം കടന്നു വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യമുള്ളതിനെ ഓർത്ത് കർത്താവെ നന്ദി കരയേറ്റുന്നു യേശുവേ. ഹല്ലേലൂയ. വി പ്രൈസ് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ അത്ഭുത നാമത്തെ കർത്താവ് ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ. ഹല്ലേലൂയ. വി പ്രൈസ് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ കൃപ കർത്താവെ ഞങ്ങൾക്ക് മതിയെ തീരു കർത്താവെ. ഹല്ലേലൂയ. അല്പനേരം നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ നല്ലവനായ ദൈവത്തിൻ്റെ ആ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. കൃപയേ കൃപയേ. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസൈ അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസൈ അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. സർവത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം സർവജീവജാലങ്ങൾക്കും ഉടയവനായവൻ. സർവത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം ഉടയവനായവൻ. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എൻ്റെ തോളിലിട്ട് കൊൾവീനെന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എൻ്റെ തോളിലിട്ട് കൊൾവീനെന്നൂര ചെയ്തവൻ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. കൃപയേ കൃപയേ ദൈവം. ഹല്ലേലൂയ. ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ
യാഹല്ലായൊന്നും ഭൂവിലില്ലായേ. യഹോവ ഈരയായി, യഹോവ റാഫയായി, യഹോവ റോഹിയായി, യഹോവ നിസിയായി. യഹോവ ഈരയായി, യഹോവ റാഫയായി, യഹോവ റോഹിയായി, യഹോവ നിസിയായി. കൂടെയുണ്ട് കൂടെയുണ്ട് ജീവകാലമൊക്കെയും, സർവശക്തൻ യഹോവ കൂടെയുണ്ട് നിശ്ചയം. കൂടെയുണ്ട് കൂടെയുണ്ട് ജീവകാലമൊക്കെയും, സർവശക്തൻ യഹോവ കൂടെയുണ്ട് നിശ്ചയം. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. ഉങ്ങൾത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം, സർവജീവജാലങ്ങൾക്കും ഉടയവനായവൻ. സർവത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം, സർവജീവജാലങ്ങൾക്കും ഉടയവനായവൻ. കൃപയേ കൃപയേ ഹല്ലേലൂയ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും. അതേ കർത്താവേ, പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എൻ്റെ തോളിലിട്ട് കൊൾവീനെന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എൻ്റെ തോളിലിട്ട് കൊൾവീനെന്നൂര ചെയ്തവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം, തകർന്നിടാൻ ഒരു നാൾ സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. യഹോവ ഈരയായി, യഹോവ റാഫയായി, യഹോവ റോഹിയായി, യഹോവ നിസിയായി. യഹോവ ഈരയായി, യഹോവ റാഫയായി, യഹോവ റോഹിയായി, യഹോവ നിസിയായി. കൂടെയുണ്ട് കൂടെയുണ്ട് ജീവകാലമൊക്കെയും, സർവശക്തൻ യഹോവ. വിശ്വാസത്തോടെ കൂടെയുണ്ട് കൂടെയുണ്ട് ജീവകാലമൊക്കെയും, സർവശക്തൻ യഹോവ കൂടെയുണ്ട് നിശ്ചയം. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും അതതിൻ്റെ സമയത്ത് എല്ലാം നൽകുന്നവൻ. സർവത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം, സർവജീവജാലങ്ങൾക്കും ഉടയവനായവൻ. സർവത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം, സർവജീവജാലങ്ങൾക്കും ഉടയവനായവൻ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ ഹല്ലേലൂയ ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പ്രശംസിപ്പാനോ പുകഴുവാനോ
യാഹല്ലതൊന്നും ഭൂവിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലതൊന്നും ഭൂവിലില്ലായേ. ഹല്ലേലൂയ. അതേ കർത്താവേ, കർത്താവ് അടിയങ്ങൾക്ക് പ്രശംസിപ്പാനായി കർത്താവ് ഒന്നുമില്ല. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് കർത്താവ് ഞങ്ങൾ പ്രശംസിക്കാനായി കർത്താവ് ഉള്ളത്. ഹല്ലേലൂയ. ആ മഹാഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് കിട്ടിയതാണ് കർത്താവെ. ഹല്ലേലൂയ. മറ്റൊന്നുമില്ല കർത്താവെ പ്രശംസിക്കാൻ. ഹല്ലേലൂയ ലോർഡ്. കർത്താവെ, തിരുകരങ്ങളിലേക്ക് കർത്താവെ അങ്ങയുടെ ആ വരവിനായി കർത്താവ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ കർത്താവെ മുന്നോട്ടുള്ള ഓരോ ചുവട് വെക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. We praise you Jesus. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ക്ഷീണങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മൂടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം ഹല്ലേലൂയ. കുരുടരും മൂടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ. വിശ്വാസത്തോടെ ഒന്ന് പാടിയാട്ടെ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ. അതേ കർത്താവേ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ. പാപങ്ങൾ മാറും, ഭൂതം രോഗങ്ങൾ മാറും,
രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യം. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ. യേശുവേ യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്ന യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്ന് വാഴണമേ. ഹല്ലേലൂയ. അതേ കർത്താവേ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ രാജ്യം വരയണമേ കർത്താവേ. ഹല്ലേലൂയ. അല്പനേരം അന്യഭാഷകളിലൊന്ന് അവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാവുകളും മുഴങ്ങട്ടെ. ഹല്ലേലൂയ. അന്യഭാഷ വരങ്ങളുള്ളവ അല്പനേരം ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ. Hallelujah. We praise you, Jesus, O Lord. Hallelujah, 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 Lord. കർത്താവേ സ്തുതിക്കുന്നു യേശുവേ. We praise you, Jesus. Hallelujah, hallelujah, hallelujah.
നന്ദിയുള്ള ഹൃദയത്തോടെ അല്പനേരം അതരങ്ങളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ അവൻ്റെ നാമത്തെ ഒന്ന് ഉച്ചത്തിലൊന്ന് ആർത്ത് ഘോഷിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് കിട്ടിയ കർത്താവ് ഈ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി യേശുവേ. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുവാൻ അങ്ങേ സ്തുതിക്കുവാൻ കർത്താവേ നൽകി നിമിഷത്തെ കർത്താവേ. ഹല്ലേലൂയ. സകല മഹത്വവും കർത്താവ് അങ്ങിലേക്ക് ഞങ്ങൾ കരയേറ്റുകയാണ് കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകല സ്തുതികളും എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താട്ടെ. ഹല്ലേലൂയ 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 ലോർഡ്. We praise you Jesus. We praise you. Hallelujah. മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ആ വചനത്തെ പഠിക്കുവാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെടുകയാണ്. അവിടുത്തെ ആത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രദ്ധയോടെ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, എല്ലാ ഭാരങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ ക്ഷീണങ്ങളും ഞങ്ങളുടെ നടുവിൽ നിന്ന് മാറുവാൻ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്യുന്നതപരമായ ശക്തി എല്ലാ മൺകൂടാരങ്ങളിലേക്കും ഇറങ്ങി വന്ന് പിതാവേ ഞങ്ങളെ അങ്ങയുടെ വചനം ഗ്രഹിക്കാൻ തക്കവണ്ണം മനസ്സിലാക്കാൻ തക്കവണ്ണം ശക്തി നൽകുന്ന കൃപക്കായി നന്ദി പറയും. ഒരു വട്ടം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് എല്ലാ കറവും ചുളക്കൊക്കെ മാറ്റി ഇന്ന് രാത്രി ഞങ്ങൾ നിർത്തിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. നാം കഴിഞ്ഞ കുറച്ച് നാളുകളേറെയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്നൊരു ക്ലാസ്സാണ്. ഓക്കെ, ഒരുപക്ഷെ ഒന്ന് രണ്ട് ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് പോകുന്നത് പോലെ പോട്ടെ. നിത്യത മുതൽ നിത്യത വരെ കഴിഞ്ഞ ആഴ്ചകളേറെയായി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ദൈവം ഈ ഭൂമിക്കകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിക്കപ്പുറമുള്ള നിത്യത, അനാദി നിത്യതയിലുള്ള കാര്യം മുതൽ അനന്തമായ നിത്യത വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കി കാണുകയാണ്. ഞങ്ങൾ ഈ കുമളിയും അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ ഇതിന് അടിമാലി പോയപ്പോൾ അവിടുത്തെ ജക്കപ്പേട്ടൻ പറഞ്ഞു ആ മലയിൽ നിന്ന് മുകളിൽ നോക്കിയാൽ, അല്ല അവിടുത്തെ പാസ്റ്റർ പറഞ്ഞത്, മുകളിൽ നോക്കിയാൽ അടിമാലി മുഴുവനും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നോക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ഈ ഭൂമിക്കകത്ത് എന്തൊക്കെയാണോ അത് മാത്രമല്ല അതിനപ്പുറം അനാദിയിലേക്കും അന്തത്തിനപ്പുറം അനന്തതയിലേക്ക് നമ്മൾ നോക്കി കാണുകയാണ് ദൈവത്തിൻ്റെ പ്രൊജക്റ്റുകൾ. അത്രയേ ഉള്ളൂ. ഇത് ആഴമായ ക്ലാസ് ഒന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് പഠിച്ചു പോകുക മാത്രമാണ്. ഇതിനകത്തില്ലാത്തതൊന്നും ആരും പഠിപ്പിക്കത്തുമില്ല. കാരണം ഇതിനകത്ത് വരുന്ന ഈ ദൈവിക പ്രൊജക്റ്റിനകത്ത് വരുന്ന കാര്യം മാത്രമേ എല്ലാവരും പഠിപ്പിക്കാൻ കഴിയത്തൂ. കാരണം ഇതാണ് ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം. അപ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഭൂമിയും ഭൂഖണ്ഡതയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയും ശാശ്വതമായി ദൈവമാകുന്നു. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്, അല്ലെങ്കിൽ ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മുഴു പ്രൊജക്റ്റ് ഇതിനകത്താണ് കിടക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാണ്. സമയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അനാദി എന്താണെന്നും ആദി എന്താണെന്നും അന്തവും അനന്തവും എന്താണെന്നും നമ്മൾ കണ്ടായിരുന്നു. ദൈവം ആദ്യം ഓക്കെ വേഗത്തിൽ കടന്നു പോകാൻ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിലെ പ്രൊജക്റ്റ് എന്താ? എന്തിനു വേണ്ടി ദൈവം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒരുപറ്റ പുത്രന്മാർ വേണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയാൽ എല്ലാ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോകും. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കത്തോലിക്ക പോലെ നാമധേയ ക്രിസ്തീയ സമുദായങ്ങൾ കർത്താവ് ലോകത്ത് അറ്റത്തോളം പോയി സൽപ്രവൃത്തികൾ ചെയ്യാൻ പറഞ്ഞു. അവർ നമ്മളെക്കാൾ ഏറെയധികം ചെയ്ത പ്രവൃത്തികൾ, ഏറ്റവും അധികമായി ലോകത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ, സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കത്തോലിക്ക പോലെയുള്ള മത ആൾക്കാർ. നല്ല കാര്യമാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു കാര്യം മറന്നു പോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ളത്. എന്താ? നാം ദൈവത്തിൻ്റെ മക്കളായി തീരും. ഏത് പാതിരാത്വത്തെ ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും ദൈവം എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ മകളും മകനുമായി തീരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇതറിയുമ്പോൾ ഇതിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് വർദ്ധിക്കുമ്പോൾ നമ്മൾ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധിക്ക് വേണ്ടി ദാഹം നമ്മുടെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. ദൈവം സകലത്തിനും നീതിമാനായതുകൊണ്ട് നമ്മൾ നീതിയിൽ നടക്കുവാൻ നമ്മൾ ഇതറിയുമ്പോഴാണ് നമ്മുടെ അകത്ത് അതിൽ ആഗ്രഹം ജ്വലിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിലെ കരങ്ങൾ നീട്ടുമ്പോൾ, കണ്ണുകൾ പോകുമ്പോൾ അവിടേക്ക് നമ്മളെ എന്താ പറയുക, നേർപാത പറഞ്ഞതെന്ന് നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഈ വെളിപ്പാട് നിന്ന് വേണം.
ഇല്ലെങ്കിൽ നഷ്ടമാകും. നമുക്കറിയാം, അകത്ത് ആത്മാവ് പറയും, നീ ദൈവത്തിൻ്റെ മകനെന്ന് റോമർ 8-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ ഇത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാതെ വരുമ്പോൾ അകത്ത് അങ്കലാപ്പ നമുക്ക്, അല്ലേ? ഒരു പ്രാണവേദനയാണ് നമ്മുടെ അകത്ത്. കാരണം ഇത് നഷ്ടമായാൽ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെട്ടു പോയി. ഇത്ര നാൾ ഓടിയത്, ദൈവത്തിന് വേണ്ടി കൊടുത്തതൊക്കെ നഷ്ടമായി പോകും നമുക്ക്. അതുകൊണ്ട് ഈ വെളിപ്പാട് മറന്നു പോകരുത്. ഇതിനെക്കുറിച്ചൊക്കെ പണ്ട് നമ്മൾ ആഴമായി സഭക്കകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. എന്ന് ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവത്തിനും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന അവൻ്റെ മക്കൾക്കും സേവ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല ദൂതന്മാരെയും ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. തുടർന്ന് ആകാശ നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ കണ്ടു. അതിനിടയിൽ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു. ദൈവം അതിനിടയിലാണ് സ്വർഗത്തിൽ നിന്ന് വീണുപോയ ദൂതന്മാർ, ആ പുരാതന ഭൂമിയെ ആയിരുന്ന ദൂതന്മാർ, ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്നൊക്കെ പറയുന്ന ആ 33.333% ദൂതന്മാർ വീണുപോയെന്നും അവർ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിൽ ഒട്ടനവധി ഗോളങ്ങളുണ്ട്, നക്ഷത്ര സമൂഹങ്ങളുണ്ട്, ഭൂമിക്കാർ എത്രയോ വലിപ്പമുള്ള ഗോളങ്ങളുണ്ടായിട്ട് പോലും അതിലൊന്നും ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ പോയി വീഴാതെ ഭൂമിയിൽ തന്നെ വീഴുവാൻ കാരണം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ നാളുകൾക്ക് മുമ്പ് പഠിച്ചായിരുന്നു. നമ്മൾ കണ്ടു ആ ദൂതന്മാർക്ക് വേണ്ടിയാണ്, വീണുപോയ ദൂതന്മാർക്ക് വേണ്ടിയാ നരകം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ പിശാച് പോകുമ്പോൾ ഒരു പറ്റം മനുഷ്യരെയും അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. എത്ര തരം ഭൂമിയുണ്ടെന്നും 5 തരം ഭൂമിയുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചായിരുന്നു. ദൈവം സമയത്തിനകത്ത് ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടു. തുടർന്ന് ദൈവം ആ ഭൂമിയെ റെനോവേറ്റ് ചെയ്തെടുത്ത ശേഷം ഭൂമിയിൽ ആദ്യ മനുഷ്യനായ ആദത്തിനെ സൃഷ്ടിച്ചു. ദൈവം ആദമിനെ മുമ്പിൽ ഒരു ടെസ്റ്റ് വെച്ചു. ആ ടെസ്റ്റിൽ ആദം തോറ്റുപോയി. ആദം ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമ്മളിത് കണ്ടു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളിത് പഠിച്ചതാ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തുടർന്ന് മരണം കയറി പിടിച്ചു. എന്താണ് മരണം എന്നൊക്കെ നമ്മൾ കണ്ടു. ഒക്കെ അത് വിടുകയാ. എന്നാൽ പാപം ചെയ്ത് ഏദൻ പർദീസ വിട്ട് ദൈവരാജ്യം വിട്ട് പുറത്തുപോയ മനുഷ്യനെ വീണ്ടും റെസ്റ്റോർ ചെയ്യുവാൻ, വീണ്ടും ദൈവാലയത്തിൽ ദൈവകുടുംബത്തിലേക്ക് ചേർപ്പാൻ ദൈവം പദ്ധതി ഒരുക്കിയിരുന്നു. ഇത് ഇന്നല്ല, ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ഇല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നൊക്കെ ബൈബിൾ പഠിപ്പിക്കാൻ കാരണം, അറുക്കപ്പെട്ടത് 2000 വർഷമാ, 1991 വർഷമേ ആയുള്ളൂ. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് ലോകാരംഭമല്ല, എന്താ പറയുക, പറയുന്ന വാക്കെന്താ, കാലസമ്പൂർണ്ണ ഒറ്റവാക്കി പറഞ്ഞാൽ അനാദിയിൽ, അല്ലേ? ലോകമുണ്ടാകുന്നതിനൊക്കെ മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടതായി കണ്ടു എന്ന് നമ്മൾ പഠിച്ചു. കാരണം ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യർ പാപത്തിൽ വീഴുമെന്നും അവർ ദൈവത്തെ വിട്ടുപോകുമെന്നും അവരെ വീണ്ടും പുതുക്കി പണിയുവാൻ ദൈവം യാഗം തന്നെ വേണമല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാ. നമുക്കറിയാം എന്തുകൊണ്ടാണ് മണ്ണുകൊണ്ട് അല്പം താഴ്ത്തി ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? പാപത്തിൽ വീണ മനുഷ്യനെ വീണ്ടും രക്തം ചീന്താതെ വിമോചനമില്ലെന്ന് പറഞ്ഞ കർത്താവ് രക്തം ചീന്തി യേശു രക്തത്താൽ മനുഷ്യനെ വീണ്ടും റെസ്റ്റോർ ചെയ്തു നമുക്ക് കണ്ടു. അതിനെക്കുറിച്ച് പഠിച്ചത് നമ്മൾ ആഴമായിട്ട്. അതിനുവേണ്ടി പഴയ നിയമത്തിലൊക്കെ ഈ യേശുവിൻ്റെ യാഗത്തെക്കുറിച്ചൊക്കെ ചെറിയ നിഴലുണ്ടായിരുന്നു. മോശയിലൂടെ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിൽ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം 5 തരം യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 5 യാഗവും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, അല്ലേ? അതെല്ലാം യേശുവിൻ്റെ യാഗത്തെക്കുറിച്ച് കാണിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നു. എന്നിട്ടാണ് കാലങ്ങൾ പറഞ്ഞ ശേഷമാണ് ആ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മൾ അതിനെക്കുറിച്ച് കണ്ടല്ലേ, ഇറങ്ങി വന്ന് കാൽവരി കുരിശ് യാഗമായത്. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിലൂടെ വലിയ ജലത്തെ ദൈവം വാർത്തെടുത്തു എന്നൊക്കെ കണ്ടു. പതിയെ ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെയും മോശയിലൂടെയും സങ്കീർത്തനക്കാരിലൂടെയൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യാഗത്തെക്കുറിച്ചൊക്കെ ഭാഗമായി അല്പമായി പറഞ്ഞു വെച്ചു. മോശ തുടങ്ങി പ്രവാചകന്മാരിലൂടെ സങ്കീർത്തനക്കാരിലൂടെയൊക്കെ യേശുവിൻ്റെ യാഗത്തെക്കുറിച്ചും നമ്മെ വീണ്ടും ദൈവാലയത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ദൈവജീവനിലേക്ക് കടത്തിവിടുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടു. ഏതാണ്ട് 1000-ഓളം പ്രവചനങ്ങൾ നമ്മൾ ഉണ്ടെന്ന് കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു. 300-ഓളം പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പഴയതും പുതിയ നിന്നും നമ്മൾ എടുത്ത് പഠിച്ചാൽ അല്പമായിട്ടല്ലേ. ബൈബിൾ പഠിക്കുന്നത് എങ്ങനെയാ? മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? മത്തായി 13-ാം അധ്യായം 7 ദൈവരാജ്യത്തിന് ഉപമകളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് താഴെ പറയുക, ഒരു ശാസ്ത്രി അല്ലെങ്കിൽ ഒരു ബൈബിൾ ടീച്ചർ അല്ലെങ്കിൽ ഒരു വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി പഴയ നിന്നും പുതിയ എടുത്ത് ചേർത്ത് വെച്ച്
പഠിപ്പിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം മാത്രമല്ല, പഴയത് മാത്രമല്ല, രണ്ടും ചേർത്ത് വെച്ച് തെളിയിക്കണം. അതാ വൃദ്ധനായ പൗലോസൊക്കെ റോമിൽ പോയി വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുമ്പോഴും അല്ലേ, അവിടെ പഴയ നിന്നും പുതിയ നിന്നൊക്കെ എടുത്ത് പഠിപ്പിക്കുക, തെളിയിക്കുക യേശു തന്നെയാ ദൈവമെന്നും പഠിപ്പിക്കുന്ന കാര്യം കാണാൻ കഴിയും. അതുപോലെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. യേശു ഭൂമിയിലേക്ക് വന്നു നമുക്ക് വേണ്ടി യാഗമായ ശേഷം 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായി കർത്താവ് അനുവദിക്കുന്നത് പോലെ ഇസ്രായേൽ ദൈവം കൊടുത്ത 7 മനോഹരമായ ഉത്സവങ്ങളുണ്ട്. പെസഹ മുതൽ 7 കൂടാര പെരുന്നാൾ വരെ നീണ്ടു കിടക്കുന്ന 7 മനോഹരമായ ഉത്സവങ്ങൾ. അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തിന്റെ മുഴു പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഇപ്പോൾ 4 പൂർത്തിയായി. ഇനി വരാൻ പോകുന്നത് കാഹളധ്വനി അല്ലേ, മഹാപാവ പരിഹാര ദിനം. അത് 7 വർഷം പീഡകാലത്ത് സംഭവിക്കും. 3-ാമത് കൂടാര പെരുന്നാൾ. നമ്മളും ദൈവം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. ഇതൊക്കെ മനോഹരമായ, എത്ര പഠിച്ചാലും മതിയാകാത്ത മനോഹരമായ ദൈവത്തിന്റെ മനസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഉത്സവങ്ങളെ കുറിച്ചൊക്കെ അറിയണം, പഠിക്കണം, ചിന്തിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അതൊക്കെ രസമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കൂടാരത്തിന് കീഴിൽ ജീവിക്കാൻ പോകുന്നു, വാഴാൻ പോകുന്നു 1000 വർഷം. ഓക്കെ, വിടുകയും അങ്ങനെ പെന്തക്കോസ് ഇപ്പോൾ വന്ന പെന്തക്കോസ് നാൾ വരെയായി മാളിക മുറിയിലേക്ക് 120 പേരടങ്ങുന്ന മാളിക മുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ മത്തായി 13-ാം അധ്യായം ദൈവരാജ്യത്തിന് ഉപമകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സ്ത്രീ എത്ര പറ 3 പറ മാവിൽ അല്ലേ ഒളിപ്പിച്ച് ഇട്ടുവെച്ച ഈസ്റ്റിനെ പോലെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അത്രയും മനോഹരമായ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത് എന്ന് വാകട്ടെ ഞാൻ വിടുകയാ. അപ്പോൾ പെന്തക്കോസ് ആരംഭിച്ചു. സ്വർഗം വിട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അന്ന് ദൈവസഭ ആരംഭിച്ചു. ദൂതന്മാർക്ക് പോലും അറിയാതെ പഴയ നിയമത്തിൽ ദാനിയേലൊക്കെ പോലും മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് സഭ മുഖാന്തരം ലോകമറിയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അറിയണം, ഇന്ന് രാവിലെയും ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ സിറ്റി പാസ്റ്റേഴ്സ് മീറ്റിംഗ്. അപ്പോൾ അനേകരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികാരങ്ങൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല. പലപ്പോഴും സഭ ആരാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാർ ആരാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം, പവറുകളൊക്കെ എന്താണെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നമ്മളിങ്ങനെ പോപിശാച എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക അല്ല, അധികാരത്തോടെ കൽപ്പിക്കുകയും വാഴുവാൻ തുടങ്ങണം. ആത്മമണ്ഡലങ്ങളൊക്കെ വാഴുവാൻ തുടങ്ങണം നമ്മളൊക്കെ. ഇന്ന് രാവിലെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചതൊക്കെ അല്പമായിട്ടാണെങ്കിലും എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയ്ക്കുണ്ട്. വരുന്നാളുകളിൽ നമ്മുടെ ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് പഠിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? ചോദ്യമില്ലേ? ചോദ്യമുണ്ട് നമുക്ക്. ദൈവം എന്തിനാ രക്ഷിക്കപ്പെട്ട് നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമല്ലേ? നമുക്ക് എന്തിനാ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? അതൊക്കെ ദൈവത്തിന്റെ മർമ്മങ്ങളാണ്. സഭയെക്കുറിച്ചുള്ള മർമ്മങ്ങൾ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ ദൂതന്മാർ കുനിഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ എന്തിനാ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? അതിൻ്റെ അധികാരങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. ഒക്കെ വിടുകയാ. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. അങ്ങനെ വീണ്ടും ഇപ്പോൾ 1991 വർഷമായെന്ന് നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വരവും നമ്മുടെ സമാഗമനവും ആഴമായി പഠിച്ചത് അല്ലേ. ഇനി സംഭവിക്കാൻ പോകുന്ന ആ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ വരവും നമ്മുടെ സമാഗമനവും. അതിനുവേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്. ഒട്ടും താമസിക്കാതെ അത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു സൈഡിൽ കൂടി കർത്താവ് തന്റെ വിശുദ്ധൻ സഭയെയല്ല, ഒരിക്കലും സഭയല്ല ചേർക്കാൻ വരുന്നത്, അവന്റെ ജയാളികൾ, വിശുദ്ധന്മാർ, മണവാട്ടി, കാന്ത, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ അല്ലേ. അങ്ങനെ ഒരു സൈഡിൽ കൂടി അവന്റെ വിശുദ്ധന്മാരെ ചേർത്തോണ്ട് പോകുമ്പോൾ മറു സൈഡിൽ ആകാശമണ്ഡലങ്ങളിൽ വാഴുന്ന പൈശാചിക ലോകം, അല്ലെങ്കിൽ വീണുപോയ 33.33% പിശാചുക്കളെ വെട്ടി പൂർണ്ണമായും താഴേക്കിടും. ഇപ്പോൾ സ്വർഗത്തിൽ പോലും കടന്നു ചെല്ലുവാൻ ഇപ്പോൾ അവർക്ക് അധികാരമുണ്ട് പിശാചിന്. അത് നന്മക്ക് വേണ്ടിയാ. യോബിനടുക്കൽ കടന്നു ചെന്നു, നന്മക്ക് വേണ്ടി തന്നെയാ. മറന്നു പോകരുത്. നമ്മളെ കുറ്റം വിധിക്കാനാണ് ആ പകൽ കുറ്റം വിധിക്കുന്ന പിശാചിനെ എന്നൊക്കെ പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം. നല്ലതിന് ശരി തന്നെയാ. പക്ഷേ സ്വർഗത്തിൽ ഇന്ന് എപ്പോഴും കടന്നു ചെല്ലുന്നുണ്ട് പിശാച്. ഡെലിവറൻസ്, നമ്മുടെ നാളത്തെ ഡെലിവറൻസ് ക്ലാസ്സിലേക്ക് ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവൻ പോയത് കൊണ്ടാ നമ്മളൊക്കെ ചെറിയ അല്ലെ, ദൈവം നമ്മളെ ചെറിയ കൊട്ടം കൊട്ടുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എന്താ പറയാ, ചകടാ പോട്ടി കളിക്കുമ്പോൾ
അപ്പൊ തന്നെ സ്വർഗത്തിൽ കോള് ചെല്ലും, അവിടെ നേരിട്ട് എന്ന് കൊടുക്കുകട്ടോ. അത് ഇന്നയാള് ന്യൂ ലൈഫിന്റെ 2 വ്യക്തികൾ, ഇന്നയാൾ 2 പേർ അടിച്ചു പിരിഞ്ചിരിക്കുന്നു അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. അത് അവിടെ ചെന്ന് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ വിധി വരും താഴേക്ക്, നമ്മളെയൊക്കെ ബന്ധിക്കുവാൻ. ഇതൊക്കെ നന്മക്ക് വേണ്ടിയാ, തിന്മക്കല്ല. ദൈവത്തിന്റെ പ്രവർത്തികൾ അത്രമാത്രമാ. നമ്മൾ അതേക്കുറിച്ചൊക്കെ ഡെലിവറൻസ് ക്ലാസ്സിൽ എപ്പോൾ പിന്നീട് സമയം കൂട്ടി പഠിക്കും നമ്മൾ എന്നുമാകട്ടെ. പിന്നീട് ആകാശമണ്ഡലങ്ങളിൽ ഒരൊറ്റ പിശാചിന്റെ മരുന്നിന് പോലും ഒരു പിശാചിനെ കാണത്തില്ല. കുഴപ്പമില്ലല്ലേ? മരുന്നിന് പോലും ഈ പിശാചിനെ ആകാശമണ്ഡലങ്ങളിൽ കാണത്തില്ല, മുഴുവനെയും ഭൂമിയിലേക്ക് തള്ളിയിടും എന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പിന്നീട് 7 വർഷം ഭൂമിയെ മുഴുവനും വാഴാൻ പോകുന്നത് പൈശാചിക ലോകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഞാൻ ഓടിച്ചു വിടുകയാണ് അല്ലേ. മിഖായേലും കൂട്ടരും യുദ്ധം ചെയ്തു. പിന്നെ 7 വർഷം ഭൂമിയെ മുഴുവനും പിശാച് വാഴാൻ വരുന്നു. നമ്മൾ ഇത്രയും വരെയൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. 7 വർഷത്തെ 2ആക്കി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ 7 വർഷക്കാലത്ത് വിൽക്കുവാനും വാങ്ങുവാനും കഴിയാതെ വണ്ണം അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മനുഷ്യനെ കടത്തിവിടുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ചിപ്പ് ഇന്ന് ലോകത്തിൽ വ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ ഇൻഫോസിസിന്റെ ഡയറക്ടറായ നന്ദൻ സാറിനെ മുഴുവനും ഇന്ത്യക്കാരുടെ 140 കോടി ജനത്തിൻ്റെയും കയ്യിൽ മുദ്ര വെക്കുവാനുള്ള ചിപ്പുകൾ ഓൾറെഡി വെച്ച് പണി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും. ഇനി ഒറ്റ കാര്യം മാത്രം, അവിടുത്തെ വരവ് മാത്രമേ ഉള്ളൂ. മനസ്സാവുന്നുണ്ടോ? അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും 666 പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാളിൽ നമുക്ക് കണ്ടു അല്ലേ. മറന്നുപോകരുത്, കൊറോണ പോലും അതിലേക്ക് 666 പോയി. ലോകം മുഴുവനും ഒരുവന്റെ കരങ്ങളിൽ വന്നു പോകുന്നു. ജിമാട്രി എന്ന് പറയുന്ന കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ അതെല്ലാം 666. ഗൂഗിൾ ക്രോം 666, സിമ്പിൾ പോലും 666 അല്ലേ. WW അല്ലേ, വേൾഡ് വൈഡ് വെബ്, നമ്മൾ അതിനെക്കുറിച്ച് കണ്ടായിരുന്നു. ലോകത്തിൽ പിശാച് വലവരിച്ചിട്ടിരിക്കുക. കാരണം ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ നിന്ന് വരിക്കണമെങ്കിൽ അവൻ എല്ലാവരെയും ബന്ധിപ്പിക്കണം. ഒരു ചിലന്തി വലക്കുള്ളിൽ നമ്മളെ ഒതുക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അഡോബ് 666 ആണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു. ഞാൻ വിടുകയാ. ഓക്കെ, മുദ്രയേറ്റാൽ എന്ത് സംഭവിക്കുമെന്നും അല്ലേ, പീഡനകാലത്തിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഏറെ കണ്ടു. ഓക്കെ, വിടുകയാ. പിന്നീട് നമ്മൾ പഠിച്ചത് റാപ്ചർ, കർത്താവിൻ്റെ വരവിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഇത്തിരി കൂടി ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുക. 2ആയി പഠിച്ചു. എങ്ങനെയാ? 3.5 വർഷം എന്നല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എങ്ങനെയാ? കർത്താവിൻ്റെ വരവിൽ ഒരു ചെറിയ കൂട്ടം മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകത്തുള്ളൂ. ഓർമ്മയുണ്ടോ അല്ലേ? ദാനിയേൽ പ്രവചന പുസ്തകം പഠിച്ചു. ഒരു ആഴ്ചവട്ടത്തേക്ക് മുഴുവനെയും പിശാചിന്റെ കരകളിലേക്ക് അല്ലേ, 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പഠിച്ചതാ. പിശാചിന്റെ കരകളിലേക്ക് കൊടുക്കുന്നു. അതിൽ 2ആയി വിഭാഗിച്ച് പഠിക്കാൻ പോകുന്നു നമ്മൾ. 3.5 വർഷം. ആദ്യത്തെ 3.5 വർഷക്കാലം 7-ാം അധ്യായത്തിൽ വായിച്ചു നമ്മൾ. ഒരുപറ്റം സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അതാരാണ്? കൈവിടപ്പെട്ടുപോയ സഭ എന്ന സ്ത്രീയുടെ ശേഷിപ്പുള്ളവർ അല്ലേ. അതുകൊണ്ട് ആവർത്തിക്കാം, കർത്താവിന്റെ വരവിൽ ഒരു ചെറിയ ശേഷിപ്പേ പോകത്തുള്ളൂ. അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ ജയാളികൾ. വെളിപ്പാട് പുസ്തകം 21:7 സഭയോട് ദൂത് പറയുമ്പോഴും ജയിക്കുന്നവൻ, ജയാളികൾ. മറന്നുപോകരുത് ഈ വാക്ക്. ഒരു അല്പ ദിവസമേ ഉള്ളൂ ബാക്കി. ജയിക്കാൻ തക്കവണ്ണം ഓടുക. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. മറന്നുപോകരുത് വാക്കുകളൊക്കെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നേരമില്ല, നമ്മൾ തന്നെ തീരുമാനിച്ചോളാം. മനസ്സാവുന്നുണ്ടോ? തകർക്കുവാൻ പുറത്തുനിന്നല്ല ആള് വരുന്നത്, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആള് വരുന്നത്. പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ഒരിക്കലും അല്പ ദിവസങ്ങൾ മാത്രം നമ്മൾ ഈ ഭൂമിയിൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഓടുക. കൈവിടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു വലിയ പുരുഷാരം കുരുത്തോല ഏന്തിയിരിക്കുന്നു. അവിടെ ദൂതനോട് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ, ഇവർ എവിടെ നിന്ന് വന്നുവെന്ന്. അവർ പറഞ്ഞു, അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കിയെ അലക്കി വെളുപ്പിച്ചവർ. അപ്പോൾ ഇത് നമ്മൾ കർത്താവിന്റെ രക്തത്തെ അലക്കി വെളുപ്പിച്ചവരാ. പക്ഷെ ഇത് അവരല്ല അല്ലേ. അവരെ കുറിച്ച് നമ്മൾ ഇന്ന് അല്പമായി ചിന്തിക്കും. ഇത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയവർ. 5 പേർ വിളക്കെടുത്തു, എണ്ണയെടുത്തു. 5 പേർ എണ്ണയെടുക്കാത്ത ബുദ്ധിഹീനന്മാരായ നിങ്ങൾ. ലേഖനങ്ങൾ മാത്രമല്ല, സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് ഇരുത്തി പഠിച്ചാൽ ഒരു വാക്ക് പല ആവർത്തിച്ച് വരുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. തന്നെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ. ബാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ
വാക്യം നിങ്ങൾ എടുത്തു പഠിക്കണം. തന്നെ കാത്തിരിക്കുന്നവർക്ക് അവരെ ചേർപ്പാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രിയം വെച്ചവരെ. ഈ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞതല്ല, ബൈബിളിലെ വാക്കുകളാണ്. ഞാൻ അതിലുള്ള വാക്കുകളെ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? പ്രിയം വെക്കുക, കാത്തിരിക്കുക അവന് വേണ്ടി, അല്ലേ? കണ്ണിൽ എണ്ണ ഒഴിച്ചതൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ളവരെ ചെറിയൊരു കൂട്ടം ഉണ്ടാകത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ന്യായവിധി സമയത്ത്, നോഹയുടെ കാലത്ത് ന്യായവിധി സമയത്ത് 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. എന്നാൽ ശേത്തിന്റെ മകനായ ഏനോഷിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയതാ. പെന്തക്കോസ്തുകാരന്ന് തുടങ്ങിയ ആരാധന തുടങ്ങിയതാ. പക്ഷേ 7ാം തലമുറ കഴിഞ്ഞ് മെഥൂശലേം, പിന്നെ നോഹയുടെ കാലഘട്ടം വന്നപ്പോൾ ഏതാണ്ട് 8-9 തലമുറകളായി. അത്രയും വർഷം കൊണ്ട് ഭൂമി മുഴുവനും പെന്തക്കോസ്തുകാർ നിറഞ്ഞതാ. പക്ഷേ 8 പേർ മാത്രം രക്ഷ പ്രാപിച്ചു. ബാക്കി പെന്തക്കോസ്തുകാർ എവിടെ പോയി? അത് തന്നെ നോഹയുടെ കാലഘട്ടം പോലെ സംഭവിക്കുമെന്ന് നമുക്ക് വാണിംഗ് നൽകിയതാ. അതെന്താണെന്നുള്ള വേറെ കാര്യമാണ്. അത് പിന്നീട് ഞാൻ എടുത്തോളാം. നോഹയുടെ കാലഘട്ടം പോലെ എന്നുള്ള മനോഹരമായ ടോപ്പിക് എടുത്തോളാം. ഇന്ന് ലോകത്തിൽ കേൾക്കുന്നതല്ല, അത് ആഴമായി പഠിക്കേണ്ട മറ്റൊരു ചിന്താ വിഷയമാണ്. അത് ഓരോ പഴയ നിയമത്തിൽ ഓരോ ഭക്തന്മാർ അവരുടെ ജീവിതം എടുത്ത് പഠിച്ച്, അങ്ങനെ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. കല്യാണത്തിന് കൊടുത്തും കല്യാണത്തിന് വാങ്ങിയും തിന്നും, അല്ലേ? KFC ഒക്കെ തിന്നു പോകും, നമുക്ക് അത്രയും അറിയത്തുള്ളൂ. പക്ഷേ അത് മാത്രം, അതൊക്കെ ഓക്കെ, അതൊക്കെ ഉണ്ട്. അതല്ല അവിടുത്തെ മർമ്മങ്ങൾ. അത് മാത്രമല്ല മർമ്മങ്ങൾ, വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ തലമുറകൾ എടുത്ത് പഠിക്കണം. ഓരോരുത്തരുടെ പേരുകൾ പോലും പഠിച്ചാൽ മാത്രമേ ആ നോഹയുടെ കാലഘട്ടം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ഞാൻ വിടുകയാണ്. അതുപോലെ തന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ വെറും 2 പേർ ഒഴിച്ച്, 20 വയസ്സിൽ താഴെയുള്ളവർ ഒഴിച്ച് എല്ലാവരും പെട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തള്ളിയിട്ട് ദൈവം തന്നെ കൊന്നുകളഞ്ഞു. അത് തന്നെ ഈ തലമുറയിലും സംഭവിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു ചെറിയ ശേഷിപ്പ്, വലിയ പുരുഷാരം കുരുത്തൊലതിയിരിക്കുന്നു. അവർ ഈ തലമുറയിൽ ഒരു വലിയ പുരുഷാരം കൈവിടപ്പെടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ഭാരം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഒരു വലിയ പുരുഷാരം കൈവിടപ്പെടാൻ പോകുക എന്നൊരു കാര്യം മറന്നു പോകരുത്. അത് സ്ത്രീ എന്ന് പറയുന്ന സഭയുടെ ശേഷിപ്പുള്ളവർ. കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് നമ്മൾ സൺഡേ സർവീസിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വരുന്ന നാളുകളിൽ സൺഡേ സർവീസിൽ അതിനെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് അത് ബന്ധമുണ്ട് അതിനെക്കുറിച്ച്. എന്തുമാകട്ടെ, ഒരു വലിയ പുരുഷന് കൈവിടപ്പെട്ടു പോകും. പക്ഷേ അവരെ ചേർപ്പാൻ യേശു വീണ്ടും മേഘത്തിൽ വരുമെന്ന് നമ്മൾ കഴിഞ്ഞാഴ്ച കണ്ടു, അല്ലേ? എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞാഴ്ച കണ്ടത്? 5ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരമാണ്, അല്ലേ? മഹാപുരുഷനും വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാടിന് മുമ്പാകെ ക്ഷണിക്കപ്പെട്ടവർ, അല്ലേ? പന്തിക്ക് വിളിക്കപ്പെട്ടവർ, അല്ലേ? കുഞ്ഞാടിനെ, യേശുവിൻ്റെ സ്നേഹിതന്മാർ, മണവാളിൻ്റെ സ്നേഹിതന്മാർ. വ്യത്യാസമുണ്ട്. നമ്മൾ മണവാളിൻ്റെ സ്നേഹിതല്ല, മണവാട്ടി. മണവാളിൻ്റെ മുമ്പിലല്ല, മണവാളിന് കൂടെ. വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാ, അല്ലേ? കഴിഞ്ഞ പറഞ്ഞതുപോലെ യേശു മേഘത്തിൽ വരും, മേഘം തഴക്കിറങ്ങി അവൻ്റെ മണവാട്ടിയെ ചേർത്തോണ്ട് പോകും. വേറെ പേരെടുത്ത് പറയുന്നു, യേശു വീണ്ടും ആകാശത്ത് വരും, ദൂതന്മാർ തഴക്കിറങ്ങി അവരെ ചേർത്തോണ്ട് പോകും. അല്ലേ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, പക്ഷേ വ്യത്യാസം തന്നെയാ. മിണ്ടാതിരിക്കുന്നത് ഓക്കെ. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞതെന്ന് ജസ്റ്റ് ഇത് പറഞ്ഞുള്ളൂ. നമ്മളെ ക്ലാസ് ആകുന്നില്ല. നമ്മുടെ ക്ലാസ് നിത്യത മുതൽ നിത്യത വരെയാണ്. അപ്പോൾ ഈ കൂട്ടർ ആരാണെന്നാണ് ഇനി ചിന്തിക്കാൻ പോകും നമ്മൾ, അല്ലേ? ഈ കൂട്ടർ വേറെ ആരുമല്ല, സഭയുടെ ശേഷിപ്പുള്ളവർ, കൈവിടപ്പെട്ടു പോയവർ, എന്നാൽ കർത്താവിന് വേണ്ടി ജീവിച്ചവരാ. പക്ഷേ ആ വിളക്കിന് എണ്ണയില്ലാതെ പോയൊരു കൂട്ടം ജനങ്ങൾ അവർക്ക്. എന്തുമാകട്ടെ, 15-ാം അധ്യായം, ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ അവരോട് കൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അന്തിക്രിസ്തുവിനോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ 666 ചിപ്പേക്കാതെ രക്തസാക്ഷിയായവർ. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ആവർത്തിച്ചാലും 10 ആവർത്തിച്ച് കേട്ടാലും നമുക്കിത് പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അതോ കേട്ടോണ്ടിരിക്കുക. ഓരോ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലേക്ക് ക്ലാസ്സുകളിടും, വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുക നമ്മൾ. കാരണം ഒരുപാട് കേട്ടാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. എന്തുമാകട്ടെ, മൃഗത്തോടും എതിർ ക്രിസ്തുവിനോടും അവൻ്റെ പ്രതിമയോടും, അവൻ്റെ പ്രതിമ നമസ്കരിക്കാൻ പറഞ്ഞത് എന്താ? ഈ സാധനം കേറ്റുക, അല്ലേ? നെറ്റിമേലോ കയ്യിൽമേലോ മുദ്രയൊക്കെ കേൾക്കാതെ രക്തസാക്ഷിയാകുന്നവർ, അതിന് സംഖ്യയോട് ജയിച്ചവർ, അവർ ദൈവത്തിന്റെ വീണയും പിടിച്ചുകൊണ്ട് പളങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെ പഠിക്കുമ്പോൾ വലിയ ഇത്തിരി കൂടെ നമുക്ക് അറിയാൻ കഴിയും.
6-ാം അധ്യായം എന്താ? 1-ാം അധ്യായം, വെളിപ്പാട് 1-ാം അധ്യായം ദൈവത്തിന്റെ പരിശുദ്ധ അല്ലെങ്കിൽ കർത്താവിന്റെ മനോഹരമായ ദൃശ്യത്തെ പ്രദർശിപ്പിക്കുന്നു. 2-3 അധ്യായങ്ങൾ സഭയെക്കുറിച്ച്, 7 സഭയെക്കുറിച്ച് എടുത്ത് മാതൃക പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ കുറവുകളെക്കുറിച്ച്. ആ 7 സഭയെക്കുറിച്ച് പഠിച്ചാൽ ഒരു സഭ 1000 വർഷത്തെ എന്താ പറയുക, 7 സഭ 7000 വർഷത്തെ പ്രൊജക്റ്റോടുള്ള ബന്ധത്തിൽ നമുക്ക് അല്പമായി ഗ്രഹിക്കാൻ കഴിയും. എന്തുമാകട്ടെ, അത് പല വ്യത്യസ്തമായ ഉപദേശമുണ്ടെങ്കിലും ചെറിയതായിട്ട് അതിൽ കണക്ഷൻ ഉണ്ട്. എന്തുമാകട്ടെ, ഞാൻ വിടുകയാ. എന്നിട്ട് പറയുക, 2-3 സഭകൾ, 2-3 അധ്യായങ്ങൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 4-5 അധ്യായങ്ങൾ വിശുദ്ധന്മാർ, സഭയല്ല ജയാളികൾ സ്വർഗത്തിൽ കാണപ്പെടുന്നു. മനസ്സിലായോ? വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ ബൈബിൾ മനോഹരം ഇങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. 6-ാം അധ്യായം മുതൽ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച ഭൂമിയിൽ ആരംഭിക്കുക. അപ്പോൾ 4-5 അധ്യായങ്ങൾ വിശുദ്ധന്മാർ മോളിരിക്കുക, ജയാളികൾ അല്ലേ. ഈ അവിടെ മണിയറയിരിക്കുക. എന്തുമാകട്ടെ, എന്താണ് മണിയറ എന്നൊക്കെ പിന്നീട് എപ്പോഴും പഠിക്കാം നമുക്ക്. ഭൂമിയിൽ 7 വർഷം പീഡനകാലം ആരംഭിച്ചു. ഈ ആരംഭിക്കുമ്പോൾ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഭൂമിയിൽ പീഡനകാലം ആരംഭിച്ചു. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ നമുക്ക് പൊട്ടിച്ച ശേഷം പറഞ്ഞ് വരുമ്പോൾ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ആവർത്തിക്കണ്ടല്ലോ. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഈ 7 മുദ്രയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഓരോ കുതിരകൾ, വ്യത്യസ്തമായ കുതിരകൾ അല്ലേ, വെള്ളയും ചുവപ്പും ക്ഷാമത്തെക്കുറിച്ചും മഞ്ഞയും പച്ചയും ചേർന്ന കുതിരകൾ, മഞ്ഞളിച്ച എന്ന് പറയും, എന്ന് പറയാൻ ശവത്തിന്റെ കളറുള്ള കുതിരകൾ, അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ വേറെ കാര്യമാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചു വെച്ചു. അതൊക്കെ എന്തുവാകട്ടെ, പറഞ്ഞ് 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ്. അത് നിങ്ങൾ പറയും. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും, കേൾക്കണമേ, ഇപ്പോൾ ഇതെവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ 3.5 വർഷം 1-ാം മുദ്ര പൊട്ടിച്ച്, 2 പൊട്ടിച്ച്, 3 പൊട്ടിച്ച്, 4 പൊട്ടിച്ച്, 5 പൊട്ടിക്കുക. ഇനി 6-ഉം 7-ാമത്തെ പൊട്ടിക്കുമ്പോൾ അടുത്ത 3.5 വർഷം ആരംഭിച്ചു. അപ്പോൾ ഏതാണ്ട് അവസാനത്തോളം എത്താറായി. നമ്മുടെ 5-ാമത് മുദ്ര എന്ന് പറയുമ്പോൾ അവസാനം എത്താറായി, ആദ്യത്തെ 3.5 വർഷത്തിന്റെ അവസാനം. അപ്പോൾ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനവും ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. അപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരാവർത്തിച്ചല്ല, ഒരു 100 ആവർത്തിച്ച് കേട്ടാലും പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ ലളിതമായി തന്നെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വരുന്ന ക്ലാസ്സുകൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. അപ്പോൾ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൽ കീഴ്ക്കണ്ടു. അപ്പോൾ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴെ ഒരു പറ്റം അറുക്കപ്പെട്ട വിശുദ്ധന്മാർ. അത് വേറെ ആരുമല്ല, പഴയ നിയമ ഭക്തന്മാർ എന്ന് പറയും നമ്മൾ. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദൂത് കൊടുക്കും, പ്രവചനം കൊടുക്കും. ഇസ്രായേലിലേക്ക് ഇറങ്ങി വന്നിട്ട് 4 വലിയ പ്രവാചകനും 12 ചെറിയ പ്രവാചകനും മുമ്പിലേക്ക് ഇറങ്ങി വന്ന് ഗോത്രങ്ങളോട് പറയും അല്ലേ, അവരുടെ ഗോത്രങ്ങളോട് പറയും. 8 ഗോത്രം 10 ഗോത്രം വേറെ, 2 ഗോത്രം ബെന്യാമും യഹൂദ എന്ന 2 ഗോത്രം വേറെ, ഇവരോട് പ്രവചിക്കും. അവരെ തല്ലിക്കൊന്ന്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്, തല്ലിക്കൊല്ലും. ഇങ്ങനെ മരിച്ചുപോയ ദൈവത്തിന്റെ സാക്ഷ്യ നിമിത്തം മരിച്ചുപോയ ഒട്ടനവധി വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ യാഗപീഠത്തിൻ കീഴെ കണ്ടു എന്ന് പറയുക. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് പുതിയ നിയമ ഭക്തന്മാരല്ല, പഴയ നിയമത്തിലെ ഭക്തന്മാരായ പ്രവാചകന്മാരും ദൈവ ദൂത് പ്രവചിച്ച് അവസാനം സ്വന്തം ഗോത്രക്കാർ തന്നെ തല്ലിക്കൊന്നു കളഞ്ഞ പ്രവാചകന്മാരും പഴയ നിയമ ഭക്തന്മാരുമാണ്. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് അവരെ എവിടെ കണ്ടു? സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ അടിയിൽ കാണുകയാണ്. യോഹന്നാൻ ആത്മാവിൽ 1-ാം അധ്യായം പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ. യോഹന്നാൻ ആത്മവിവശതയിൽ കാണുകയാ പല കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം യോഹന്നാൻ കാണുകയാണ്. എന്നിട്ട് പറയാം, 10-ാം വാക്യം പറയുക, വിശുദ്ധനും സത്യവാനുമായ നാഥ എന്ന് വായിക്കാമോ? എന്ന് ഉറക്കെ വിളിച്ചു. ശ്രദ്ധിക്കണമേ, വിശുദ്ധനും സത്യവാനുമായ നാഥ. ഇവർ കരയുക. ആരാ കരയുന്നത്?
പഴയ നിയമത്തിലെ ഭക്തന്മാർ അറുക്കപ്പെട്ട് സാക്ഷ്യം നിമിത്തം കൊല്ലപ്പെടേണ്ടി വന്ന വിശുദ്ധന്മാരായ പഴയ നിയമ ഭക്തന്മാർ ആലയത്തിന് കീഴെ നിന്ന് വിളിക്കുക. അവിടെ എന്താ പറയുന്നത്? വിശുദ്ധനും സത്യമാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് ഉറക്കെ നിലവിളിക്കുക. അപ്പോൾ ഇത് മണവാട്ടി സഭയല്ല. മണവാട്ടി സഭ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കർത്താവേ, ഇവരോട് ക്ഷമിക്കണമെന്നേ പറയത്തുള്ളൂ. എൻ്റെ വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിശുദ്ധന്മാർ, ജയാളികൾ, അവർ പറയുന്ന സംസാരം വേറെയാ. യേശു നമ്മുടെ മാതൃക, സ്തഫാനോസൊക്കെ നമ്മുടെ മാതൃക. ഇവരോട് പൊറുക്കണമേ, ഇവർ ശിക്ഷിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ പറയുന്നത് മനസ്സിലായി നിങ്ങളെ, നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിക്കുക. ചെറിയ ചെറിയ വാക്യങ്ങളാ, പക്ഷേ അർത്ഥങ്ങളും മൂല്യങ്ങളൊക്കെ വിലയേറിയതാ. അപ്പോൾ ഈ വിശുദ്ധന്മാർ കരയുകയാ. എവിടെയുന്ന? യാഗപീഠം എന്ന പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഴയ ദൈവത്തിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പാകട്ടെ, ഉറക്കെ നിലവിളിക്കുക. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ 3.5 വർഷമാണ്. നമുക്കറിയാം, പണ്ട് പഠിച്ചപ്പോൾ കേട്ട് കാണുന്ന നിങ്ങൾ, ആദ്യത്തെ 3.5 വർഷക്കാലം എതിർ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഭൂമിയെ ഭരിക്കുവാൻ ഏൽപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? 1260 ദിവസം, അല്ലെങ്കിൽ 42 മാസം, അല്ലെങ്കിൽ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയുന്ന 3.5 വർഷം ദൈവം എതിർ ക്രിസ്തുവിനെ ഭൂമിയെ ഭരിക്കാൻ ഏൽപ്പിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതിനുശേഷമാണ്, അടുത്ത 3.5 വർഷമാണ് ദൈവത്തിൻ്റെ പ്രതികാരകാലവും യാക്കോവിൻ്റെ കഷ്ടകാലവും. മറന്നുപോയ നിങ്ങൾക്ക്? ഓക്കെ, കുഴപ്പമില്ല, കേട്ടോ, പലാവർത്തിച്ച് കേട്ടോ, കുഴപ്പമില്ല. അടുത്ത 3.5 വർഷമാണ് ദൈവം 3.5 വർഷം ഭൂമിയിലേക്ക് പ്രതികാലം അഴക്കുകയാണ്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയും. ആദ്യത്തെ 3.5 വർഷക്കാലം യാക്കോബിലെ കുട്ടികൾ, അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കൾ എന്ന് പറഞ്ഞ ഇസ്ലാം മക്കൾ അന്തിക്രിസ്തുമായിട്ട് നല്ല ബന്ധമാണ്. ഈ ഇറാഖിലും ഒക്കെ വലിയ വലിയ മാളുകൾ പണിത് അവർ ബിസിനസ് ചെയ്യുന്ന ഭയങ്കര മനോഹരമായ കാലഘട്ടമാണ് അവരുടെ. രണ്ടാമത്തെ 3.5 വർഷമാണ് അവരുടെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അത് യഹോവയുടെ പ്രതികാലകാലമാണ്. 3rd വേൾഡ് വാറൊക്കെ അവിടെ ആരംഭിക്കുന്നത്. എന്തുമാവട്ടെ, ഞാൻ വിടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. ഒരുപറ്റം രക്തസാക്ഷികളായ പഴയ നിയമ വിശുദ്ധന്മാർ ആലയത്തിന് കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയല്ല, പ്രതികാരം ചെയ്യുവാൻ വിളിച്ചു പറയുകയാണ്. എനിക്ക് മനസ്സിലായിക്കാണുമല്ലോ. അപ്പോൾ അവരിൽ ഓരോരുത്തരും നിലയങ്കി കൊടുത്തു അല്ലേ? അപ്പോൾ ആ സമയമായപ്പോൾ അവർക്ക് നിലയങ്കി കൊടുക്കുക, വെച്ചാൽ വെള്ളം അങ്കി കൊടുക്കുക. എന്നിട്ട് അവരോട് ദൈവം പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ അത്? അവരെ പോലെ. വാക്ക് ശ്രദ്ധിക്കണം. ഇവരാരാ? ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട രക്തസാക്ഷികളായ കൂട്ടരാണെന്ന് നേരത്തെ കണ്ടു അല്ലേ? എന്നിട്ടാ പറയുന്നത് അവരെ പോലെ. ആരെപ്പോലെയാ? പഴയ നിയമത്തിലെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന, വാക്ക് ശ്രദ്ധിക്കണമേ, കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാർ. അപ്പൊ അവരോട് ചേർന്നുകൊണ്ട് ഒരു വേറൊരു കൂട്ടർ ഭൂമിയിൽ നിന്ന് വരാൻ പോകുകയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരെ പോലെ രക്തസാക്ഷികളായി സാക്ഷ്യ നിമിത്തം മുറുകെ പിടിച്ച് സഹിഷ്ണ നിമിത്തം രക്ഷത പ്രാപിക്കുന്ന, കൊല്ലപ്പെടുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എത്ര ആഴ്ചകൾ മുമ്പ് പഠിച്ചതാ, അവർ എന്താ പറയുക, സഹിഷ്ണ നിമിത്തം അല്ലേ? അവർ വേറൊരു വാക്ക് പറയുന്നുണ്ട്, അവരെ ജയിപ്പാൻ എതിർ ക്രിസ്തുവിന് അധികാരം ലഭിച്ചു. ആരെയാ? ഈ കൂട്ടരെ. കൈവിടപ്പെട്ടുപോയ ദൈവസഭയുടെ ശേഷിപ്പുള്ളവർ, കൈവിടപ്പെട്ടുപോയ സ്ത്രീയുടെ ശേഷിപ്പുള്ള സന്തതികൾ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവരോട് ദൈവത്തിന് അരുളപ്പാടുണ്ടായി. അപ്പോൾ ആലയത്തിന് കീഴിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ കാണുകയാ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാ. സ്വർഗത്തിൽ ആലയത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഒരുപറ്റം ആത്മാക്കൾ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള പഴയ നിയമ ഭക്തന്മാർ, രക്തസാക്ഷികളായവർ ദൈവത്തോട് നിലവിളിക്കുക, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെന്ന്. വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ അങ്ങനത്തെ കൂട്ടരല്ല. നമ്മൾ അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളല്ലേ? അങ്ങനെയാണോ? ആകണം അല്ലേ? നമ്മൾ യേശുവിൻ്റെ ആ ക്വാളിറ്റി, അതുകൊണ്ട് മണവാളിനെ പോലെ ആയിരിക്കണം മണവാട്ടിയും. അങ്ങനെയുള്ളവരെ ചേർപ്പന കർത്താവ് വരുന്നത്. എന്തുമാവട്ടെ, ഞാൻ വിടുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുക, ആ വിശുദ്ധന്മാരോട് ദൈവം പറഞ്ഞു കൊടുക്കുക, അല്പകാലം കൂടെ ഒന്ന് ക്ഷമിക്കും നിങ്ങൾ. കാരണം ഇത് 5ാമത്തെ മുദ്രയാ അല്ലേ?
ഇനി 6 ഉണ്ട്. ഒരു മുദ്രയും കൂടി പൊട്ടിച്ച് കഴിയുമ്പോൾ, അത് അവസാനിച്ച് കഴിയുമ്പോൾ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് 7 കാഹളങ്ങൾ കിട്ടുന്നത്. 7 കാഹളങ്ങൾ 2ാമത്തെ 3.5 വർഷമാണ്. ആ 7ാമത്തെ കാഹളം ഊതുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. യേശു രാജാവായി ഭൂമിയെ വാഴാൻ വരുന്നത്. നമ്മളും പോയവർ തിരിച്ചു ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത്. എൻ്റെ വാക്കുകൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായോ? അപ്പോൾ ഒരു കൂട്ടർ രക്തസാക്ഷികളാകുന്ന ഒരു കൂട്ടർ എവിടെയുണ്ട്? ഇപ്പോൾ 5ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിലുണ്ട്. അവരും കൂടി കൊല്ലപ്പെടണം. വാക്ക് ശ്രദ്ധിക്കണം. എടുക്കപ്പെടുകയല്ല, രൂപാന്തരം സംഭവിക്കുകയല്ല, കൊല്ലപ്പെടണം. വാക്കുകളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുന്ന കൊല്ലപ്പെടുക. അപ്പൊ അവരും കൊല്ലപ്പെടണം. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതാ, അവരെ ജയിപ്പാൻ അല്ലേ മൃഗത്തിന്, അന്തിക്രിസ്തുവിന്, എതിർക്രിസ്തുവിന് അധികാരം ലഭിച്ചു. അവർ കയ്യിന്മേലോ നെറ്റിയിലോ മുദ്രയേൽക്കാതെ അല്ലേ രക്തസാക്ഷികളാകുന്ന കൂട്ടരെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചതാ. എത്രയോ ആഴ്ചകൾ നമ്മൾ അത് തന്നെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അവരും കൂടി വന്നു തികയോളം, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, അല്പകാലം കൂടി നിങ്ങൾ ഒന്ന് മൗനമായിരിക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. എപ്പോഴാ പ്രതികാരം ചെയ്യാൻ പോകുന്നത്? 2ാമത്തെ 3.5 വർഷക്കാലം. ഏതാണ്ട് പിടുത്തം കിട്ടിയോ അല്ലേ? 3.5 വർഷക്കാലം എതിർക്രിസ്തുവും നമ്മൾ ഇസ്രായേലുമായി നല്ല ബന്ധത്തിലായി ആലയം പണിയും. സൂപ്പറാ, ലോകം മുഴുവൻ മനോഹരമാ. ചുമ്മാ പോയാൽ മതി. ഈ ചിപ്പുള്ളത് കൊണ്ട് ഡോറൊക്കെ ഓപ്പൺ ആവും. ഭയങ്കര രസമായ കാര്യങ്ങളാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ പകുതിയാകുമ്പോഴാ അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ, അവിടെ മുതലാണ് കാര്യങ്ങൾ നേരെ തിരിയാൻ പോകുന്നത്. ഇത്ര മനസ്സിലായല്ലേ? ഇനി 13ാം അധ്യായം പഠിക്കുമ്പോൾ, വെളിപ്പാട് 7 മുതൽ 9 വരെ പഠിക്കുമ്പോൾ വായിച്ചേ. ഓക്കെ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. ആരാത്? അത് അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു, മൃഗം അല്ലേ? ഏത് വിശുദ്ധന്മാരാ? അന്ന് കൈവിടപ്പെട്ടുപോയ സഭയുടെ ശേഷിപ്പുള്ളവർ. അല്ലെ വാക്കുകൾ ശരിയല്ലേ? അവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ. അപ്പോൾ അതിനർത്ഥം അവരെ കൊല്ലുക. തൊട്ട് മോളിൽ പറഞ്ഞില്ലേ, കൊല്ലപ്പെടുവാനിരിക്കുന്നവർ. ചേർത്ത് വെച്ച് പഠിച്ചോ നിങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ ഈ ഇന്ന് കാണുന്ന എല്ലാ ഹിന്ദു, മുസൽമാൻ, ബുദ്ധൻ ശരി എല്ലാവരും വിളിച്ച് വേർതിരിച്ചു മാറ്റിയ നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ വരയിൽ പോകാതെ കൈവിടപ്പെട്ടു പോകുന്ന അല്ലേ ഈ കൂട്ടരെ ജയിപ്പാൻ എതിർക്രിസ്തുവിന് അധികാരം ലഭിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാട് ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ എന്നാൽ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പക്ഷെ വെളിപ്പാട് ദിവസം 13ാം അധ്യായം വരുമ്പോൾ ആ ഒരു വാക്ക് മിസ്സിങ്ങാ. ഏത് വാക്കാ? ആത്മാവ്. അതിനർത്ഥം എന്താ? അന്ന് പരിശുദ്ധാത്മാവ് 7 വർഷ പീഡനകാലത്തിൽ ഒരാഴ്ചവട്ടം പഠിച്ചൊക്കെ ഓർമ്മയുടെ 7 ആഴ്ചവട്ടം കൂടെ പഠിച്ചില്ലേ അല്ലേ? ആ ഒരാഴ്ചവട്ടം ഭൂമിയിൽ ആരില്ല. ഇവിടെ പറഞ്ഞ പരിശുദ്ധാത്മാവ് പറയുവാൻ ആളില്ല. അതാണ് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഞാൻ വിടുകയാണ്. വെളിപ്പാട് പുസ്തകം 14ാം അധ്യായം 9 മുതൽ 16 വരെ പഠിക്കുമ്പോൾ 3ാമതൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. അപ്പോൾ ഈ സാധനം ഏറ്റാൽ നരകമാവും ഉള്ളതെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? 3 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ചിപ്പേറ്റാൽ, പിശാചിന്റെ മുദ്ര ഏറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ദൈവത്തിന്റെ മുദ്ര നമുക്കുണ്ട്, പരിശുദ്ധാത്മാവ്. അത് മാറി പിശാചിന്റെ മുദ്ര ഏറ്റാൽ ശരീരം അവന്റെ ഉടമസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ? നരകം മാത്രമേ നമ്മളുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതാ. അപ്പോൾ എന്നിട്ട് പറയാ, വിശുദ്ധന്മാരുടെ കുഞ്ഞാണ്ട് മുമ്പാകെ അഗ്നി ഗന്ധകത്തിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് താഴേക്ക് പറയുക,
മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിൻ്റെ പേരിനെ മുദ്ര ഏൽക്കുന്നവരും ഏവരും രാവും പകലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ, അടുത്ത വാക്യം, സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടുത്തെ രക്ഷ വിശ്വാസമല്ല, വിശ്വാസം അവർക്കുമുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഞാൻ പിന്നീട് എടുത്തോളാം, ഉൽപ്പത്തി മുതൽ ദൈവത്തിന് മറഞ്ഞു കിടക്കുന്ന രക്ഷയ്ക്കായി, മാനവരാശി രക്ഷയ്ക്കായി ആദം മുതൽ ചെയ്യുന്ന ഒരു പ്രകൃതിയിലെ ഒരു പഠനമാണ് വിശ്വാസത്താലുള്ള രക്ഷ. ആദം മുതൽ. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമത്തിലേക്ക് എന്താണ് പിന്നീട് പഠിക്കാം, എന്താണ് വിശ്വാസം എന്നതിനെ കുറിച്ച് പിന്നീട് എടുക്കാൻ ഞാൻ എടുത്തോളാം. അപ്പോൾ അവിടെ ഇന്ന് നമുക്ക് വിശ്വാസം മാത്രം മതി. സഹിഷ്ണുത നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ സഹിഷ്ണുത കാണിച്ചാൽ മതി. പക്ഷെ അവിടെ അന്ന് അവർക്ക് അതല്ല. അവർക്ക് ദൈവകൽപ്പനയും യേശുവിലെ വിശ്വാസം കാക്കണം, പിന്നെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ആവശ്യമുണ്ട്. എന്നറിയാമോ? ഇതേക്കാതെ രക്തസാക്ഷികളാകുന്നത് വരെ അവർ നിൽക്കണം. കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, കൈവിടപ്പെട്ടു പോയി, രക്ഷയില്ല. ചെറിയവരോ അല്ലേ ദാസന്മാരോ അല്ലേ ചെറിയവരോ വലിയവരോ എക്കത്തിനും എന്തെങ്കിലും ഒരു കിലോ അരി മേടിക്കണമെങ്കിൽ ചിപ്പ് കാണിക്കണം, ഇങ്ങനെ കാണിക്കണം അല്ലേ. ശമ്പളം ബാങ്കിൽ വരും, ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ ഈ സാധനം വേണം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് കുടുംബത്തിൽ പ്രശ്നമായിരിക്കും. കുഞ്ഞുങ്ങൾ കരയും, ഭാര്യമാർ പറയും, മനുഷ്യൻ നിങ്ങൾ അതൊക്കെ കർത്താവിനെ വിട്ടേച്ച് പോയിട്ട് എന്ത് ചെയ്യാൻ പറയും? നിങ്ങൾ പോയി ചിപ്പേക്ക്, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അരി മേടിച്ചു കൊടുക്കാൻ പറയും. വലിയ പ്രതിസന്ധികളാണ്. ഇന്ന് അത്ര ഒന്നും ഇല്ലട്ടോ. വലിയ പ്രതിസന്ധികളാണ് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് സഹിഷ്ണുത കൊണ്ട് സഹിച്ചു നിൽക്കണം, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുകയാണ്. എൻ്റെ വാക്കുകളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇവിടെ ആവശ്യം, ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമാർ. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞു വരിക. ഓക്കെ. വാക്യം 14 വാക്യം മുതൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 14 വാക്യം മുതൽ ശ്രദ്ധിക്കണമേ. 2 കൊയ്ത്തിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തിരി കൺഫ്യൂഷൻ വന്നേക്കാം, കുഴപ്പമില്ല. എന്നാലും ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ യഹൂദൻ്റെ കൊയ്ത്തിനെ കുറിച്ച് പഠിക്കണം. എങ്കിലേ ഈ വാക്യങ്ങളും കർത്താവിൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ യഹൂദനെ ഈ വയലിലെ കൊയ്ത്തില്ലേ, കൊയ്ത്ത് വ്യത്യസ്തമായ 3 വ്യത്യസ്ത നിലകളിലെ കൊയ്ത്ത് സംഭവിക്കുന്നത്. എന്തുമാകട്ടെ, ഒന്ന് ആദ്യ കറ്റെടുക്കും, പിന്നീട് കൊയ്തെടുക്കും, പിന്നീട് അരികു ചേർത്ത് കൊയ്യുന്ന ഒരു കൊയ്ത്തുണ്ട് അവർക്ക്. പിന്നെ കാലവർക്കുന്ന പോലെ പരിപാടിയൊക്കെ വേറെയുമുണ്ട്. എന്തുമാകട്ടെ, ഞാൻ വിടുകയാ, അത് പിന്നീട് ഞാൻ എടുത്തോളാം, പിന്നീട് എപ്പോഴെങ്കിലും. അതിന് ശേഷം 14 വാക്യം മുതൽ പറയുക, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്ര സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നതൊക്കെ നോക്കാം. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. 2 ദൂതന്മാരാ. ഒരു ദൂതൻ, 2 അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അരിവാളുണ്ട്. കൊയ്യാൻ പോകുകയാ. ദേ, ആദ്യത്തെ 3.5 വർഷം അവസാനിക്കാൻ പോകുന്നു, 2ാമത്തെ 3.5 ആരംഭിക്കാൻ പോകുന്നു. ഇതാണല്ലോ 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴാണ് പറഞ്ഞത്, ഒരല്പകാലം കൂടി ക്ഷമിക്ക്, നിങ്ങളെപ്പോലെ കൊല്ലപ്പെടാതിരിക്കുന്ന സഭയുടെ ശേഷിപ്പുള്ളവർ വരാൻ പോകുന്നുണ്ട് ഇല്ലേ. എന്നിട്ട് പറയുക, ഒരു 2 ദൂതന്മാർ റെഡിയായി നിൽക്കുകയാണ്. ഒന്ന് കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ പുറപ്പെട്ടു. അപ്പോൾ 2 ദൂതന്മാരുടെ കൊയ്ത്തിനെ കുറിച്ച് പഠിപ്പിക്കുക. മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞിരിക്കുന്നു. 2 വിളവുണ്ട്, അത് ഇപ്പൊ എടുത്തോളാം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഓക്കെ, അതിനെ കാര്യം വരാം. 2 കൊയ്ത്തിനെ കുറിച്ച് 2 ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. 1ാമത്തെ ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്ന്. വെള്ളം ഗ്രഹിക്കുന്നുണ്ടോ? ഇത് മറ്റൊന്നുമല്ല, ശ്രദ്ധിക്കണമേ. ഇത് 1ാമത്തെ കൊയ്ത്ത്, 2ാമത്തെ കൊയ്ത്ത് വേറെ. 1ാമത്തെ കൊയ്ത്ത് കുറച്ചു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു.
യാഗപീഠത്തിന് കീഴെ നിന്നുകൊണ്ട് ഒരുപറ്റം പഴയ വിശുദ്ധന്മാർ പറയുക, ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. കർത്താവ് പറയുക, യഹോവ പറയുക, ഒരു അല്പകാലം കൂടി ക്ഷമിക്ക്, നിങ്ങളെപ്പോലെ കൊല്ലപ്പെടാതിരിക്കുന്ന സഹഭൃത്യന്മാരായ മക്കളല്ല ദാസന്മാർ, ഭൃത്യന്മാർ, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കും, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കയില്ല. യോഹന്നാൻ പറഞ്ഞ വാക്കുകളൊക്കെയാ. പഴയ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാർ. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മളിൽ നിന്ന്, സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയവരെ കുറിച്ച് പറയുമ്പോഴും അവർ സഹഭൃത്യന്മാർ, ദാസന്മാർ. വ്യത്യാസങ്ങളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ചെറുതായിട്ട് അല്പം ഗ്രഹിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കൊയ്ത്ത് നടക്കുന്നത് ഈ 6ാമത്തെ മുദ്ര പൊട്ടിച്ച്, അത് രാഷ്ട്രീയ 7ാമത്തെ മുദ്ര പൊട്ടിക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം സംഭവിക്കും. അത് മറ്റൊന്നുമല്ല. ആ ദൂതൻ വന്ന് തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞിട്ട് ഭൂമിയിൽ കൊയ്തെടുക്കുകയാണ്. ആരെന്നറിയാമോ കൊയ്തെടുക്കുന്നത്? അത് മറ്റാരുമല്ല, 3.5 വർഷം ചിപ്പേക്കാതെ സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയ ശേഷിപ്പുള്ളവർ അല്ലേ? അവർ ചിപ്പേക്കാതെ സഹിഷ്ണുത കൊണ്ട് കൊല്ലപ്പെട്ടു പോയവർ. ഗ്രഹിക്കുന്നേക്ക് ഓക്കെ. അപ്പോ 3.5 വർഷക്കാലം കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞോളാം, എടുത്തോളാം, കഴിയുമ്പോൾ ആകാശമേഘങ്ങളിൽ വീണ്ടും യേശു കർത്താവിന്റെ വരവുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം. അന്നാണ് ഇന്ന് നമ്മെ ചേർപ്പാൻ ഇന്ന് വരികയാണെങ്കിൽ ആകാശത്ത് മേഘത്തിന്മേൽ കർത്താവ് വരും. മേഘം താഴേക്കിറങ്ങി വന്ന് അവന്റെ മണവാട്ടിയെ, വിശുദ്ധന്മാരെ, ജയാളികളെ അതിൽ കയറ്റി മേഘം മുകളിലേക്ക് പോകും. വായിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? എന്നാൽ അർദ്ധരാത്രി വരുന്ന മണവാളനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അർദ്ധരാത്രി വരുന്ന മണവാളൻ, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ കള്ളനെ പോലെ വരുന്ന മണവാളൻ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാ, പക്ഷേ വലിയ വ്യത്യാസമാണത്. അർദ്ധരാത്രി വരുന്ന മണവാളൻ എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തിന്റെ നടുവിൽ ഓക്കെ. അന്ന് വരുന്നത് ഈ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് പോകാൻ വേണ്ടിയാ. അത്ര മനസ്സിലാവുന്നുണ്ടോ? 1ാമത്തെ ദൂതൻ കൊയ്യാൻ അരിവാളെറിയുമ്പോൾ ഈ വിശുദ്ധന്മാരെല്ലാം ജയം പ്രാപിച്ച്, കുഞ്ഞാണ്ട് രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ച് ജയം പ്രാപിച്ച് അവർ കർത്താവിനോടുകൂടെ മേഘത്തിലല്ല, ദൂതന്മാർ അവരെ കൊണ്ടുപോകുകയാണ്. ഇപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അല്പകാലം കൂടി നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്നവർ വരുവോളം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാം. അടുത്ത 3.5 വർഷക്കാലം ആരംഭിക്കാൻ പോകുന്നു. വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിച്ചോ ഇല്ലയോ? ഓക്കെ, അല്പമായിട്ട് ഗ്രഹിച്ചാൽ മതി. എന്നിട്ടാണ് അടുത്തത് വേറൊരു കൊയ്ത്ത. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള കോങ്കത്ത് പിടിച്ചിരുന്നു. തീയിന്മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അളക്കുക. ഈ മുന്തിരി പഴുത്തിരിക്കുന്നത് വേറെ ആരുമല്ല, ഈ പഴുത്തിരിക്കുന്ന വാക്യം അഴച്ച മുന്തിരി വള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്ത്. നോക്കിയേ, ദൈവ കോപത്തിന്റെ വലിയ ചക്കിലിട്ടു. വാക്യം ശ്രദ്ധിക്കേ. അപ്പൊ 2ാമത്തെ ദൂതൻ പോയിട്ട് ആ കോങ്കത്തി എറിഞ്ഞ് കൊയ്യുമ്പോൾ അത് വേറെ ആരുമല്ല, 2ാമത്തെ 3.5 വർഷക്കാലം ദൈവത്തിന്റെ പ്രതികാലകാലം അല്ലേ? അന്ന് ദുഷ്ടന്മാരായവരുടെ കൊയ്ത്ത് നടക്കുകയാ. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. ഈ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗം അരമണിക്കൂർ മൗനമാകുന്നു വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ ഇനി 3.5 വർഷം ഇതുപോലത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ല. കാരണം ദൈവത്തിന്റെ പ്രതികാലകാലമാണ് വരാൻ പോകുന്നത്. 2, എതിർക്രിസ്തു യഹൂദനുമായി ഉടക്കി പിരിഞ്ഞു. അവന്റെ കോപം ഇസ്രായേൽ നേരെ വരികയാണ്. അന്ന് വടക്കേ അറ്റത്തു നിന്നുള്ള റഷ്യ ഇസ്രായേൽ മണിപ്പന്തലിടുമെന്നൊക്കെ ബൈബിൾ വാക്കൊക്കെ ഉണ്ട്. ഇട്ട് ഒരു ഭൂമി മുഴുവനും യുദ്ധങ്ങൾ കൊണ്ട് നിറയുന്നൊരു കാലഘട്ടമാണത്. ഞാൻ പറയുന്നത് ഗ്രഹിച്ചു നിങ്ങൾ. അപ്പോൾ 2ാമത്തെ
കോങ്കത്തി ദൂതൻ അഴക്കുന്നത് ദുഷ്ടന്മാരെ കൊയ്തെടുത്ത്, രണ്ടാമത്തെ 3.5 വർഷത്തിൽ കൊയ്തെടുത്ത് അവരെ എന്ത് ചക്കിലാണ്? ദൈവകോപത്തിന്റെ ചക്കിലിട്ട് അല്ലേ ഇട്ടു. ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരയുടെ കടിവാളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. കടിവാളം എന്ന് പറഞ്ഞാൽ ഈ സാധനം അല്ലേ, കുതിര ഈ ഇവിടെ കഴുത്തിനടം വരെ. കാരണം ഇന്ന് പഠിച്ചാൽ, ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ, ഒരു 200 നാഴിക ദൂരമുള്ള ഇത് 3rd വേൾഡ് വാർ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിലാവും. ജാതികളോട് യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങി വന്ന് മെദിഗോ താഴ്വര, ഹർമഗദോൻ യുദ്ധം എന്നൊക്കെ പറയും. അവിടെ ഒരു ഇറക്കമാണ്, മെദിഗോ താഴ്വരയാ. ആ താഴ്വരയിലാണ് സകല ജാതികളെയും ദൈവം കൂട്ടി വരുത്തുന്നത്. കിഴക്ക് നിന്ന് 20 കോടി സൈന്യങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? യൂഫ്രട്ടീസ് നദി വറ്റിച്ചുകൊണ്ട് ദൈവം അവരെ ഇങ്ങോട്ട് വരുത്തും. എങ്ങോട്ടാ? ഇസ്രായേലിലേക്ക്, മനോഹര ദേശത്തിലേക്ക്. ഞാൻ ഈ പറഞ്ഞത് ബൈബിളിലെ വാക്കാ. ഇസ്രായേലിലേക്ക് വരുത്തും. എന്നിട്ട് ആ മെദിഗോ താഴ്വര അവിടേക്ക് വരുത്തിയിട്ട് ആ 3rd വേൾഡ് വാർ അല്ലേ അവിടെ വെച്ച് സംഭവിച്ച് ദൈവത്തിന്റെ കോപം അവിടെ കൊണ്ടുവരികയാണ്. അന്ന് ദൈവം എല്ലാവരെയും ദുഷ്ടന്മാരെ കൊന്നുകളഞ്ഞ് അന്ന് ഒഴുകുന്ന ചോര ഈ 200 നാഴിക ആ ഒരു സ്ലോപ്പുണ്ട്. നമുക്കറിയാൻ കഴിയും, പഠിച്ചവർക്കറിയാം. മെദിഗോ താഴ്വരയിൽ താഴേക്ക് സ്ലോപ്പാ. ആ സ്ലോപ്പിലേക്ക് ഇത്രയും പൊക്കത്തിൽ കുതിരയുടെ കഴുത്തോളം പോകുന്ന ചോര ഒഴുകുമെന്നൊക്കെ ബൈബിൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് റോഡാ? ഇപ്പൊ റോമ, ഇപ്പൊ നമ്മുടെ ചൈന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പീസ് റോഡാ. എന്ത് റോഡാ? പീസ് റോഡ്. ആ റോഡിന് പേരുണ്ട്, പീസ് റോഡ് എന്തോണ്. ഒരു ഹൈവേ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മുടെയൊക്കെ ബോർഡറിൽ കൂടി യൂഫ്രട്ടീസ് നദി വരെ പോകുന്ന മനോഹരമായൊരു വിശാലമായ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക. പീസ് റോഡ് അങ്ങനത്തെ റോഡിന് പേരിട്ടിരിക്കുന്നവർ പണി കഴിഞ്ഞിരിക്കുക. ഈ റോഡ് പോയി നിൽക്കുന്നത് ഈ യൂഫ്രട്ടീസ് നദിയുടെ തൊട്ട് അരികിലാണ്. മനസ്സിലാവുന്ന? കിഴക്ക് നിന്ന് ചൈന, ഇന്ത്യ, വിയറ്റ്നാം, പാകിസ്ഥാൻ, ഈ പറയുന്ന കിഴക്കുള്ള ഏഷ്യൻ കൺട്രീസിൽ നിന്ന് 20 കോടി സൈന്യങ്ങളാണ് യുദ്ധത്തിന് അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ദൈവം ആ യൂഫ്രട്ടീസ് നദി വറ്റിച്ചു കൊടുക്കും. ഇപ്പോൾ വെള്ളമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാണെങ്കിലും അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഒരുങ്ങി അങ്ങോട്ട് പോകാൻ, ഇസ്രായേലിലേക്ക് യുദ്ധത്തിന് പോകാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുക. ഇത്രയും മനോഹരമായ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അറിയുമ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ? ആരാധിക്കാതിരിക്കാൻ കഴിയുമോ? അവന് വേണ്ടി വേല ചെയ്യാതിരിക്കാൻ കഴിയുമോ? നമുക്ക് എല്ലാം മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ 3.5 വർഷക്കാലം അതിൻ്റെ ഒടുവിൽ ദൈവം എല്ലാ ജാതികളെയും മെദിഗോ താഴ്വര അല്ലെങ്കിൽ ഹർമഗദോൺ എന്ന് പറയുന്ന താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവരെ ചക്കിലിട്ട്, ഈ പറഞ്ഞ പോലെ എന്ത് ചക്കാണ്? ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ട് അവരെ കൊന്നുകളയും എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് രണ്ടാമത്തെ കൊയ്ത്ത. ഒന്ന്, കൈവിടപ്പെട്ടു പോയ ശേഷിപ്പുള്ളവരെ ചിപ്പേക്കാതെ രക്തസാക്ഷികളായ ആൾക്കാരെ കൊണ്ടുപോകാൻ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപുരുഷാരം അല്ലേ അവരെ ചേർപ്പാൻ വേണ്ടി കൊയ്ത്തിന് സമയമാകുമ്പോൾ 1ാമത് ദൂതൻ വന്ന് അവരെ കൊണ്ടുപോകും. അതാണ് കള്ളനെ പോലെ വരുന്ന മണവാളനല്ല, അർദ്ധരാത്രി വരുന്ന മണവാളൻ. കർത്താവിൻ്റെ വരവ് വ്യത്യസ്തമായ 3 ലെവലിലാണ് വരുന്നത്. ഓക്കെ, എന്ത് പോകട്ടെ, പിന്നീട് എപ്പോഴായി നമുക്ക് ചിന്തിക്കാം. നമ്മുടെയൊക്കെ വിചാരം കർത്താവ് വരും, എല്ലാവരെയും കൊണ്ടങ്ങ് പോവും. ഒന്നുമല്ല. വ്യത്യസ്തമായ സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സോഷ്യലിസമല്ല സ്വർഗം. ഇന്ന് നമ്മൾ പ്രാപിക്കുന്ന വിശുദ്ധിക്കനുസരിച്ച് സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് 14-ാം അധ്യായം യോഹന്നാൻ പഠിപ്പിക്കുന്ന 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പുതിയ ഭൂമിയുണ്ട്, പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗങ്ങളുണ്ട്, പിന്നെ പുതിയ യെരൂശലേം എന്ന് പറയുന്ന മനോഹരമായ നഗരമുണ്ട്, സ്വർഗീയ സിയോൺ എന്ന് പറയുന്ന പിതാവിൻ്റെ വാസസ്ഥലമുണ്ട്. എത്രയെത്ര വാസസ്ഥലങ്ങൾ നമുക്കുള്ളത്. അതൊന്നും മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. നമ്മുടെയൊക്കെ വിശുദ്ധീകരണം പോലെ ഇരിക്കും ലഭിക്കുന്നത്. ഇതറിയണമെങ്കിൽ, ഈ രക്തസാക്ഷിയെക്കുറിച്ച് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 12 വരെ പഠിക്കുമ്പോൾ ഞാൻ ഓടിച്ചു വിടുകയാണ്. അവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ബിംബത്തെ പ്രതിഷ്ഠിച്ചിട്ട് ആ ബിംബത്തെ എന്താ പറയുക, അപ്പോൾ എല്ലാ ജനങ്ങളോടും അവൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാൻ പറയുന്ന ഒരു പിക്ചർ ഇതാണ് അല്ലേ. അന്ന് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സ്വന്തം ബിംബം ഉണ്ടാക്കി, ഈ കാണുന്ന വലിയ ബിംബം ഉണ്ടാക്കി ജനങ്ങളെ മുഴുവനും തന്നെ വീട് നമസ്കരിക്കാൻ പറയുന്നുണ്ട്. എപ്പോൾ ഈ 3 ചെറുപ്പക്കാർ പിള്ളേർ മാത്രം വീഴാതെ
പടത്തിൽ തന്നെ ഇവിടെ നമുക്കറിയാം അല്ലേ. പേരെന്തൊക്കെയാ? രാജേഷ്, കണ്ണൻ, ശദ്രക്ക്, മേശക്ക്, എന്തുവാകട്ടെ. നിങ്ങളൊക്കെ ഇത് മൗനമായിരിക്കുന്നതുകൊണ്ട് ഇത്തിരി ഞാൻ ഇത്തിരി വന്നു. അപ്പോൾ അവിടെ കരയാൻ കഴിയും. നെബൂഖദ്നേസർ രാജാവ് വാക്യം 5 നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ്ടും നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികൾ തന്നെ എരിയുന്ന തീച്ചോളിൽ ഇട്ടുകളയുമെന്നൊരു വലിയ കൽപ്പന ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ എല്ലാവരും വീണ്ടും നമസ്കരിച്ചു അല്ലേ. 12 വാക്യം പറയുന്നു, ആരെങ്കിലും വീണ്ടും നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചോളിൽ ഇട്ടുകളയുമെന്ന് ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്തില്ല. ഇതൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതും ദൈവം അത് തെളിയിക്കപ്പെട്ടത് കൊണ്ട് ഇത് സംഭവിക്കാൻ പോകുന്നത്, ഒറിജിനൽ സംഭവിക്കാൻ പോകുന്നത് 7 വർഷപ്പിയുടെ കാലത്തിലാണ്. ഇത് നിഴലാ. ഇതെല്ലാം പഴയ നിയമത്തിൽ എല്ലാം എടുത്ത് പഠിച്ചാൽ പുതിയ നിയമത്തിലെ നിഴലുകളാണ്. ദാനിയേൽ പ്രവചനത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വരാനിരിക്കുന്ന 7 വർഷത്തെ പീഡകാലത്തിലെ നിഴലുകളാണെന്ന് മറന്നു പോകരുത്. ഇതൊക്കെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാർ അവർ ആ ബിംബത്തെ നമസ്കരിച്ചില്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് തുല്യമായി കൈവിടപ്പെട്ടു പോയ ശേഷിപ്പുള്ളവർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നമസ്കരിക്കുകയല്ല, അത് ചിപ്പ ഏൽക്കാതിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദാനിയേൽ 9-ാം അധ്യായം 26 മുതൽ 27 പഠിക്കുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. 70 ആഴ്ചവട്ടം അർത്ഥയിഷ്ട രാജാവിന് 70 ആഴ്ചവട്ടത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലേ, കാണുമ്പോൾ നമ്മൾ പഠിച്ചതാ. അതിനുശേഷം അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന് അവസാനത്തോളം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഈ 7 വർഷത്തിന് ഒടുവിൽ അല്ലേ, ഒരാഴ്ചവട്ടം ബാക്കിയുണ്ട്. ആ ആഴ്ചവട്ടം ഇതുപോലെ വലിയ ഒരു എന്താ പറയുക, യുദ്ധം, ക്ഷാമവും ഭൂകമ്പങ്ങളും മരണം കൊതിക്കും. മരണദൂതനെ ദൈവം എടുത്തു മാറ്റിക്കളയും. അത്രയും ഭയാനമായ കാലമാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. 7 വർഷ പീഡനകാലം അത്ര ഭയങ്കരമാണ്. രണ്ടാമത്തെ 3.5 വർഷം, ആദ്യത്തെ 3.5 വർഷം തന്നെ ക്ഷാമം, ഭൂകമ്പം ഒക്കെ വരും. ഇന്ന് ഷവർമയും കാൽഫാമ കഴിക്കുന്നത്, അന്ന് യവം, അതുപോലെ ക്ഷാമമാണ് വരാൻ പോകുന്നത്. ഇന്ന് കാണുന്ന ക്ഷാമങ്ങളൊക്കെ അതിന് മുന്നോടിയായി ദൈവം അഴച്ചു വെച്ചിരിക്കുക. ഒരു കിലോ അരിക്ക് 60 രൂപ, 58 രൂപ, 60 രൂപയാണ്. പണ്ട് 10 രൂപ കിട്ടിക്കൊണ്ട് സാധനമാണ്. നീ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങോട്ടുള്ള പോക്കാ ഇതെല്ലാം. ഓക്കെ, എന്നിട്ട് പറയുക, അവന് ഒരാഴ്ചവട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്ക് എതിർക്രിസ്തു നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിലെ മധ്യേ അവൻ ഹനനയാകവും ഭോജനാകവും നിർത്തലാക്കും എന്ന് പറഞ്ഞാൽ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അല്ലേ 2 കാര്യങ്ങൾ സംഭവിക്കും. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കും. ഒന്ന്, ഈ ആഴ്ചവട്ടത്തിലെ മധ്യേ അല്ലേ, എന്താ പറഞ്ഞേ, ആഴ്ചവട്ടത്തിലെ മധ്യേ എന്ന് പറഞ്ഞാൽ 3.5 വർഷം കറക്റ്റ് മധ്യം. 2 കാര്യങ്ങൾ സംഭവിക്കും അവിടെ. ഒന്ന്, യേശു മേഘങ്ങളിൽ വരുമ്പോൾ എന്നിട്ട് ദൂതന്മാർ താഴേക്കിറങ്ങി വന്ന്, ഒരു ദൂതൻ കത്തിയെറിഞ്ഞ് എന്താ പറയുക, അരികെ കൊയ്യുന്ന പോലത്തെ ഒരു കൊയ്ത്ത് നടക്കും. അത് വേറെ ആരുമല്ല, ആരാത്? കൈവിടപ്പെട്ടുപോയ ശേഷിപ്പുള്ളവൾ മക്കൾ അല്ലേ. എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു അർദ്ധരാത്രി വരുന്ന മണവാളൻ. ഇവിടെ ഇതിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മധ്യത്തിൽ വരുന്ന അല്ലേ, ആഴ്ചവട്ടത്തിന് മധ്യേ വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, കർത്താവിൻ്റെ കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി വരും. അതാണ് വരവ്. ആ സമയം രണ്ടാമതൊരു കാര്യം ഇസ്രായേലോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് അതോടുള്ള ബന്ധത്തിലാണ്. ഒന്നാമത്തെ പകുതി മനസ്സിലായോ? ഗ്രഹിച്ചോ ഇല്ലയോ? എല്ലാവരും മൗനമാ? എന്നറിയില്ല. മനസ്സിലായതുകൊണ്ടാണോ മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും മൗനമാണ്, കുഴപ്പമില്ല. മൗനം സമ്മതമെന്ന് അല്ലേ ഒക്കെ എന്തുവാകട്ടെ, വിട്ടേക്കാം. അപ്പോൾ
ഒന്നാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഈ എതിർ ക്രിസ്തു ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അന്തിക്രിസ്തു അല്ലേ? നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം, ദൈവത്തിൻ്റെ കോപം ഇറങ്ങി വരും എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അതുകൊണ്ടാണ് പകുതിയായിട്ട് നമ്മൾ വച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമ്മൾ ഈ 7 വർഷം ചിന്തിക്കാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം അങ്ങനെ തന്നെ പഠിക്കണം. ഇന്ന് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു 10-20ഓളം വെളിപ്പാടിൻ്റെ പുസ്തകമുണ്ട്. ഒരുപാട് വേറെ വ്യാഖ്യാനം എനിക്കുണ്ട്. എല്ലാ പുസ്തകത്തിലും 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ എല്ലാം 3-3ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഞാൻ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്. ഇത് ലാപ്ടോപ്പിൽ ഇപ്പോൾ ഇതിനകത്ത് നിറച്ചുകൊണ്ട് അവിടേക്ക് ഓരോ വാക്കുകൾ എടുത്ത് പഠിച്ചാൽ കലശങ്ങൾ പൊട്ടിക്കുന്നത് അത് തന്നെയാണ്. കാഹളം പൊട്ടിക്കുന്ന അധികാരങ്ങൾ തന്നെയാണ് ഈ കലശങ്ങളിലും പറയുന്നത്. നിങ്ങൾ എടുത്തു വേണമെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോ. അപ്പോൾ അത് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, യഹൂദൻ്റെ ആംഗിളിൽ വെളിപ്പാട് പുസ്തകം പഠിക്കണം. 2, സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം പഠിക്കണം. 2 ആംഗിളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത് വാങ്ങട്ടെ. അപ്പോൾ ഒന്നാമത്തെ ആംഗിളിൽ നാം പഠിച്ചത്, നമ്മൾ സൺഡേയും അതിനെക്കുറിച്ച് അല്പമായി കയറി വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കൊയ്ത്ത് നടന്നു. കർത്താവ് കൈവിടപ്പെട്ടു പോയ രക്തസാക്ഷികളായ ചേർപ്പാൻ വേണ്ടി കർത്താവ് വന്നു. മധ്യത്തിൽ വരുന്ന, അർദ്ധരാത്രി വരുന്ന മണവാളൻ അല്ലെങ്കിൽ മധ്യേ വരുന്നവൻ വന്ന് അവരെ കൊണ്ടുപോകുമ്പോൾ ആ സമയം തന്നെ മറ്റവൻ ആരാ? ഇസ്രായേലിലെ കൂട്ടുകാരൻ ആരാ? അവൻ്റെ പേരെന്താ? എതിർ ക്രിസ്തു. ഇതുവരെ ഹനനയാഗവും ഭോജനയാഗവും സൂപ്പറായിട്ട് ദൈവത്തെ ആലയത്തിൽ നടക്കുകയാണ്. യഹൂദൻ്റെ ആലയത്തിൽ അല്ലേ? 3rd ടെമ്പിളിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. 3 വർഷമായി, 3.5 വർഷം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ എതിർ ക്രിസ്തു നേരെ കയറി അകത്തേക്ക് കയറിക്കും. എന്നെ നമസ്കരിക്കാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? കണ്ടില്ലേ? ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അവൻ അകത്തു കയറിയിരുന്ന് പറയും, എന്നെ നമസ്കരിക്കുവാൻ. അപ്പോഴാണ് യഹൂദൻ്റെ കണ്ണ് തുറക്കുന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയെ വരാൻ പോകുന്നത്. യഹൂദൻ്റെ ഒന്നാമത്തെ ഭാഗവും 2ാമത്തെ ഭാഗവും അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യഹൂദൻ്റെ കണ്ണിലും ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം പഠിക്കണം. സഭയോടുള്ള ബന്ധത്തിൽ അത് പതിയെ അതിനെക്കുറിച്ച് പിന്നീട് എടുത്തോളാം. അതിനെക്കുറിച്ച് ഇനി പഠിക്കാൻ പോകുന്നത് ഇസ്രായേലുള്ള ബന്ധത്തിൽ 7 വർഷം ഒരാഴ്ച വട്ടം എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, പിന്നെ ദണ്ട് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി അല്ലേ? കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. മനസ്സിലാവുന്നുണ്ടോ? യഹൂദനോട് പറയുന്ന ഒരു വാക്യമാണ്. എന്നിട്ട് പറയുക, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം എന്ന് പറഞ്ഞാൽ 1260 ദിവസം. ഒരു കാലം, ഇരുകാലം, അരക്കാലം. എല്ലാം ക്ലിയർ ആണല്ലോ നിൽക്കല്ലേ? അപ്പോൾ ഇതറിയണമെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ 3 ടെമ്പിളുകളാ, 3 മോസ്കുകളാ. ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ 3 മോസ്കുകളുണ്ട്. ഒന്ന് സൗദിയിലുള്ള എന്തൊക്കെ മക്കയും മദീനയും എന്ന് പറയും. ലോകത്ത് ഏറ്റവും ടോപ്പ് സാധനം. 3ാമത്തെ അവരുടെ പള്ളിയാണ്, 3ാമത്തെ മോസ്കാണ് ഈ യെരുശലേമിൽ ഇപ്പോഴുള്ള ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന പള്ളി. നിങ്ങൾ കേട്ടു കാണുമല്ലേ? ഈ പാലസ്തീനും ഹമാസും ഒക്കെ യുദ്ധത്തിന് കാരണം ഈ ഒറ്റ പ്രശ്നമാണ്. കാരണം യെരുശലേം യഹൂദിൻ്റെ ആലയമാണ്, യഹൂദിൻ്റെ പുണ്യഭൂമിയാണ്. ഇവരുടെ ടെമ്പിൾ, ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത്, ആ ടെമ്പിൾ ഇരിക്കുന്നത് അവരുടെ ഈ യഹൂദൻ്റെ ആലയത്തിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഇത് പൊളിക്കാതെ അവർക്ക് ആലയം പണിയാൻ പറ്റത്തില്ല. യഹൂദൻ്റെ ആലയം ശ്രേഷ്ഠമായ ആലയമാണ്. ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമി, പെന്തക്കോസ്തുകാരുടെ പുണ്യഭൂമി, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയുന്നുണ്ടല്ലോ. അപ്പൊ പുണ്യഭൂമിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ് പിരിവെടുക്കുന്നുണ്ട്. എന്നാ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ആത്മീയമായി സൊദോമെന്നും ആത്മീയമായി മിസ്രൈമെന്നോന്നാ ഇസ്രായേലിനെ കുറിച്ച് ബൈബിൾ ഞാനല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. വായിച്ചിട്ടില്ല നിങ്ങൾ? ആത്മീയമായും ഇസ്രായേലിനെ കുറിച്ച് പറയുക മിസ്രൈമെന്നും
സ്വതവും. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് യഹൂദൻ്റെ കൂടെ പോരുക. ഒന്ന് ലോകം, മിശ്രയും ലോകത്തിൻ്റെ പ്രകൃതമാണ്. ഈ ഇസ്രായേൽ മക്കൾ നല്ലൊരു ശതമാനം ലോകം മോഹത്തിൽ കിടക്കുന്നവരാ. രണ്ട്, സ്വതവും. ഈ ഹോമോസെക്സ്, ആണാണോടും പെണ്ണോട് ചെയ്യുന്ന വൈകൃതമായ പ്രവൃത്തികൾ, അതിൻ്റെ ഹെഡ് ഓഫീസ് ഇന്നിപ്പോൾ അവിടെയാണ്. അതാണ് നമുക്ക് ഇന്ന് ഇവിടുന്ന് ഇസ്രായേലിലേക്ക് വിശുദ്ധ പുണ്യ തീർത്ഥയാത്ര എന്ന് പറഞ്ഞ് ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകുന്നില്ലേ പിരിവെടുത്തുകൊണ്ട്. പക്ഷെ ബൈബിൾ അവരെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വേറെയാ. മനസ്സിലായില്ലേ? ഞാൻ വായിച്ച് എന്തുമാകട്ടെ, നല്ല ബിസിനസ്, നല്ല പരിപാടി, ബിസിനസ്സല്ലേ. പുണ്യഭൂമി എന്തൊക്കെയാ തട്ടിപ്പെന്നറിയാമോ? വിശുദ്ധ മറ്റേ വിലാപമല്ല മതിലിൽ പോയി, ഫേമസ് ആയ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, വിലാപമല പോയി ഒരു വലിയ പാസ്റ്റർ, കേരള പാസ്റ്റർ പോയിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എവിടെ ചുമ്മാ വെറുതെ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കണം. ബൈബിൾ മിശ്രമെന്ന് സ്വതമെന്ന അവർ ഇപ്പോഴും 60% അവരിൽ ലോകപരമായി ദൈവമില്ല എന്ന് ജീവിക്കുന്നവരാ. കുറച്ച് പേർ മാത്രമേ ഉള്ളൂ അവിടെ തോറ വിശ്വസിക്കുന്നവർ. ഒരു ചെറിയ പെർസെൻറ്റേ ഉള്ളൂ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ചെറിയ പെർസെൻറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയാണ് പറഞ്ഞത്? എന്താ പറയുക, ഒരു റബ്ബിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് എവിടെ വെച്ചാൽ പറഞ്ഞത്? താഴത്തെ സർവീസാണ്. റബ്ബിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. കഹാൻ എന്ന് പറഞ്ഞ റബ്ബിയെക്കുറിച്ചൊക്കെ താഴത്തെ സർവീസാണ് പറഞ്ഞതല്ലേ. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ കുറച്ച് പേർ മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരാ. അമേരിക്കയുടെ 60% ബാങ്ക് നടത്തുന്ന ഈ പുള്ളികളാണ്. ഒടുക്കത്തലയവന്മാർക്ക് ലോകത്തിലെ എല്ലാ സൈനിക യുദ്ധതന്ത്രങ്ങളും പഠിക്കുന്നത് ഇവരെ നോക്കിയാണ് പഠിക്കുന്നത്. ഉൽപാദനങ്ങൾ ഇവരെ നോക്കിയാൽ. ഇപ്പോൾ എവിടെയാ? വിയറ്റ്നാമല്ലോ. വിയറ്റ്നാമാണോ എൻ്റെ ഓർമ്മ ശരി? വിയറ്റ്നാമിൽ ഇന്ന് ഇസ്രായേലിൽ എങ്ങനെ പാലുണ്ടാക്കാമെന്ന് അവിടെ നിന്ന് ആൾക്കാരെ വിട്ട് പഠിപ്പിക്കുക. നിനക്കറിയാമോ, AD 70 തീത്തോസ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ, പട്ടാള മേധാവിയല്ലേ, റോമിലെ പട്ടാളക്കാരൻ വന്ന് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇസ്രായേൽ രാജ്യത്തെ. ഏതാണ്ട് 1600-ലധികം വർഷങ്ങൾ ഇസ്രായേൽ മരുഭൂമിയായി കിടന്നു. പാലും തേനും ഒഴുകുന്ന ഭൂമിയായിരുന്നു ഏത്? വാക്തത്വം കൊടുത്ത ഭൂമി. പക്ഷേ നീണ്ട വർഷങ്ങൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെള്ളം, ഒരു മുള്ളു, എന്താ ഒരു ഇല, ഒരു ചെടി പോലും വളരാത്ത ഭൂമി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പതിയെ ഭാഗമായി ഇത്രയും 13 ലക്ഷം 90 ലക്ഷം ഏക്കർ വില കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങി പതിയെ യഹൂദന്മാർ കുടിയേറി പാർത്തു അല്ലേ. 2ാം ലോക മഹായുദ്ധത്തോടുകൂടി അവർക്ക് രാജ്യമായി മാറി. പിന്നീട് കാണുന്നത് ഈ മരുഭൂമി ഇന്ന് മലർവാടിയായിരിക്കുക. ലോകത്തിലെ ഈ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലേക്ക് തീന്മേശയിലിരിക്കുന്ന ഫ്രൂട്ട്സുകൾ എവിടത്തേത് അറിയാമോ? നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഉണക്ക സാധനങ്ങളാണ്. നമ്മുടെ ഓറഞ്ച് ആപ്പിളൊക്കെ ഒന്നുമില്ല, അതിൻ്റെയൊക്കെ വാലെ കെട്ടാൻ കൊള്ളത്തില്ല. അതൊക്കെ അവിടത്തൊക്കെ ഒരു ആപ്പിളും മുന്തിരിയൊക്കെ ലോകത്തിലെ നമ്പർ 1 തീന്മേശകളിൽ വിളമ്പുന്ന ഏറ്റവും വിലയേറിയ ഫ്രൂട്ട്സ് അവരുടെയാണ്. കാരണം മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയവരവർ. അത്ര തലയവന്മാർക്ക്. പിന്നെ അന്ന് ലോകത്ത് ഏറ്റവും അധികം പുഷ്പങ്ങൾ വിൽക്കുന്ന, പൂക്കൾ വിൽക്കുന്ന രാജ്യം ഇവരുടെ രാജ്യമാണ്. അതുകൊണ്ട് 22 അറബ് രാജ്യങ്ങൾ ചുറ്റിക്കിടക്കുന്ന 20 അറബ് രാജ്യങ്ങൾ നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾ ഒന്നും വാങ്ങില്ലെന്ന് പറഞ്ഞാലും ഇസ്രായേൽ നേരെ വേറെ രാജ്യത്ത് വരും, അവിടെ നിന്ന് അവർ വാങ്ങും. അവിടെയൊക്കെ ഹോട്ടലുകളിൽ വിൽക്കുന്നത് ഇവൻ്റെ സാധനമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അത്രയും തലയുള്ളവരവരും. കാരണം അമേരിക്കയുടെ 60% ബാങ്കുകൾ ഇവരുടെ പക്കലായിരിക്കുന്നത്. അത്രയും ബുദ്ധിയാണ്. ഏതാണ്ട് 13.6%, 14%-ത്തിനടുത്ത് കണ്ടുപിടുത്തങ്ങൾ യഹൂദൻ്റെയാണ്. അതേ അപ്പൻ്റെ മക്കൾ തന്നെയാണ് നമ്മളൊക്കെ കേട്ടാ. നമുക്ക് കണ്ടുപിടിക്കാനൊന്നുമില്ലല്ലോ. എന്തുമാകട്ടെ, വിടുകയാണ്. അപ്പോൾ ഇനി യഹൂദൻ്റെ 1ാമത്തെ പാർട്ടും 1ാമത്തെ 3.5 വർഷം 2ാമത്തെ 3.5 വർഷം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലം എന്നറിയാമോ നിങ്ങൾക്ക്? മേനകയിലുള്ള ആണോ ലോകത്തെ ഏറ്റവും വില കൂടിയ സ്ഥലം? അവിടെ 1 കോടി രൂപ അവിടുത്തെ വില. ഇവിടെ ഇപ്പോൾ 1.10 എന്ന് പറയേണ്ടത് നമ്മുടെ വയറ്റിലേക്ക്. എന്തുവാകട്ടെ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലം മറൈൻ ഡ്രൈവോ അല്ല, അമേരിക്കയിലെ ഒന്നുമല്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വിലയേറിയ സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമാണ്. ലോകത്തെ ഏറ്റവും വിലയേറിയ സ്ഥലം.
അതിന് കോടികൾ കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാണ്. 53 അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ 22 ചുറ്റിക്കിടക്കുന്ന അറബ് രാജ്യങ്ങൾ തയ്യാറാണ്. അത്രയും വില മതിക്കാൻ ഇടാൻ പറ്റില്ല, വിലയിടാൻ പറ്റില്ല ആർക്കും. അത്രയും വിലയേറിയ സ്ഥലമാണ്. അതിനുവേണ്ടിയാണ് ഹമാസും ഈ വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ അല്ലെ യുദ്ധം എന്നും നടക്കുന്നത്. ഈ ഒറ്റ പ്രശ്നമാണ്. ഏതാണെന്നറിയാമോ? യെരുശലേം, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ടെമ്പിളിൽ ഇരുന്ന സ്ഥലം. യഹൂദനെ സംബന്ധിച്ചോളം അവർക്ക് പുണ്യ സ്ഥലമാണ്. ഇവർക്ക് ഈ മുസൽമാന്മാർക്ക്, മുസ്ലിങ്ങൾക്ക് അവരുടെ ഡോം, മൂന്നാമത്തെ പുണ്യഭൂമി ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഡോം ഓഫ് ദ റോക്ക്. മക്കയും മദീനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പുണ്യഭൂമിയാണ് അവർക്കിത്. അവർ വിടുവോ? ചത്താലും വീഴത്തില്ല. യഹൂദന്മാർ വിടുവോ? ദാവീദിന്റെ സിംഹാസനം എന്ന സ്ഥലമാണ് അവിടേക്ക്, അല്ലേ? അവർ വീഴത്തില്ല. നമ്മുടെയും അല്പമാണെങ്കിലും ഇത്തിരിയൊക്കെ നമുക്ക് പ്രിയമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കർത്താവ് പിച്ച വെച്ച് നടന്ന സ്ഥലങ്ങളും അവൻ്റെ മിനിസ്റ്റർ സ്ഥലമാണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അല്പം സ്നേഹം നമുക്കുണ്ട് യെരുശലേമുള്ള ബന്ധത്തിൽ. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്ന പ്രശ്നം ഈ പ്രശ്നമാണ്. ഈ യെരുശലേമിൻ്റെ പ്രശ്നം. അവിടെ ഈ യെരുശലേമിലാണ് അവരുടെ ഡോം ഇരിക്കുന്നത്, പള്ളി ഇരിക്കുന്നത്. അവിടെയാണ് യഹൂദൻ്റെ ആലയം പണിയേണ്ടത്. ആലയം പണിയണമെങ്കിൽ, യഹൂദന് ആലയം പണിയണമെങ്കിൽ ഡോം പൊളിക്കണം. അത് പൊളിച്ചാൽ ലോകം ഒറ്റ രാത്രി കൊണ്ട് കത്തി അവസാനിച്ചിരിക്കും. കാരണം ഏക്കത്തിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുകളായിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും, ഇന്ത്യ ഉൾപ്പെടെ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഒരു ചുമ്മാ ചുട്ടുകരിച്ച് കളയും. അത്രമാത്രം വൈരാഗ്യമുള്ള ആൾക്കാരായി മുസ്ലിങ്ങൾ. അപ്പോൾ അത് സംഭവിക്കത്തില്ല. യഹൂദന്മാരെ തകർക്കാൻ 5 പ്രാവശ്യം വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടും അവരെ തൊടാൻ പോലും കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം യുദ്ധതന്ത്രം അറിയാവുന്ന അവർ. ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ വരും നാളുകളിനുള്ളിൽ, ഇപ്പോൾ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അല്ലേ? ഇത് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. വരുന്ന നാളുകളിൽ ഒരുത്തൻ സമാധാനം പറഞ്ഞുകൊണ്ട് വരും. ഒന്നാമത്തെ വെളിപ്പാട് ദിവസം 6-ാം അധ്യായം 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അമ്പില്ല, വില്ലുണ്ട്. വായിച്ചവർക്ക് അറിയാം, അല്ലേ? അമ്പില്ല, അവനെ യുദ്ധിച്ച് അമ്പില്ല, വില്ലും പിടിച്ചുകൊണ്ട് വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കാണാൻ കഴിയും. അത് വേറെ ആരുമല്ല, അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ വരുന്നത് വെള്ളക്കുതിര, സമാധാനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ സമാധാനം പറഞ്ഞുകൊണ്ട് വരികയാ. എന്താണ് സമാധാനം? ഇന്നത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആ യെരുശലേം, ഒറ്റവാക്ക് യെരുശലേം. എല്ലാ വേറെ പ്രശ്നമില്ല ഇവിടെ. ലോകരാജ്യങ്ങൾ ഒറ്റ, ഈ മുസ്ലിം രാജ്യങ്ങൾ 53 ഒക്കെ ഇന്ന് ബലം പിടിച്ചിരിക്കുന്നത് ഈ യെരുശലേമിന് വേണ്ടിയാ, അല്ലേ? ഈ അമേരിക്ക ഇസ്രായേലിനെ കൂട്ടുപിടിക്കാൻ കാരണം അത് ഇതൊക്കെ തന്നെയാണ്. അവർ പോയാൽ അമേരിക്കയില്ല, സമ്പത്ത് മുഴുവൻ അവരുടെ വാക്കലേ ഇരിക്കുന്നത്. എന്തുമാകട്ടെ, ഒറ്റ പ്രശ്നം, യെരുശലേമിലെ ടെമ്പിൾ പണിയാ. പക്ഷേ പണിയില്ല. കാരണം എന്താ? മുസ്ലിങ്ങളുടെ ഡോം ഇരിക്കുന്നു, പള്ളി ഇരിക്കുന്നു, 3-ാമത്തെ പള്ളി. അവിടെയാണ് നമ്മുടെ ദാവീദിൻ്റെ ആലയം, അവിടുത്തെ യെരുശലേം ആലയം അവിടെ ഇരിക്കുന്നു. ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ ഒരുവൻ സമാധാനം പറഞ്ഞുകൊണ്ട് വെള്ളക്കുതിരപ്പുറത്ത് വരുമെന്ന വെളിപ്പാട് 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്, അല്ലേ? അവൻ വന്ന് ആദ്യം സമാധാനം പറയാൻ പോകുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. ഏത് പ്രശ്നത്തിനാ? അറബി മുസ്ലിങ്ങളും ഇവരുമായുള്ള ഈ പുണ്യഭൂമി എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ ഡോം പൊളിക്കണം, മുസ്ലിങ്ങൾ മോസ്ക് പൊളിക്കണം, അല്ലെങ്കിൽ യഹൂദന്മാരെ തകർത്ത് കളയണം. ഇത് രണ്ടിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാലയം, 2 പേർ ആലയം നിൽക്കും. അതെങ്ങനെയാണ്? മുസ്ലിങ്ങൾ ആലയം നിൽക്കും, പക്ഷെ അവിടെയാണ് ഇവരുടെ ആലയം നിൽക്കുന്നത്. പക്ഷെ ഇവരും പണിയും. അതെങ്ങനെയാണെന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. എങ്ങനെയാണ് എതിർ ക്രിസ്തു സമാധാനം പറഞ്ഞു വരുന്നത് എന്ന് പറയാം. ഒറ്റവാക്കി പറഞ്ഞ് ഇന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആലയത്തിന് അപ്പോൾ എതിർ ക്രിസ്തു വന്നിട്ട്, വെള്ളക്കുതിരപ്പുറത്ത് വന്നിട്ട് അവൻ സമാധാനം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അറിയാമോ? അവിടെ പറയുന്നു, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ഞാൻ ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ, ജാതികൾ, വിശുദ്ധ നഗരത്തെ 42 മാസം, എത്ര വർഷമാ? 3.5 വർഷക്കാലം ചവിട്ടിക്കളയും. ബാക്കി കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ 42 മാസം, 3.5 വർഷം ജാതികൾക്ക് പ്രാകാരം കൊടുത്തിരിക്കുക. യഹൂദന്റെ ആലയം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം. എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ ടാബർനാക്കിളെ കുറിച്ച് വലിയ ക്ലാസ് ഉണ്ട്. ടാബർനാക്കിൾ മുഴുവനും നമ്മുടെ ഇന്നത്തെ ശരീരത്തോടുള്ള ബന്ധത്തിലുണ്ട്. ആ
60 കുറ്റിമേൽ 5 അന്താഴങ്ങൾ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ അന്തർഭാഗം. ഇതൊക്കെ എന്താണെന്നും 60 കുറ്റികൾ എന്താണെന്നും 5 അന്താഴങ്ങൾ എന്താക്കിയാണെന്നും മനോഹരമായി നമ്മെക്കുറിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്തുമാകട്ടെ, ആ 3 ഭാഗങ്ങളാണ്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. എന്തുമാകട്ടെ, അതിൽ വിട്ടുക. അതിൽ ഇതാണ് യഹൂദന്റെ ആലയത്തിൻ്റെ മോഡൽ അല്ലേ? 1 ഇത് മുഴുവനും ഇല്ല, എന്നാൽ പോലും പറയാം. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. ഇതാണ് ഇവരുടെ ആലയത്തിൻ്റെ മോഡൽ. പക്ഷേ നിങ്ങൾ അറിയണം, ഇന്ന് പ്രാകാരം ഇരിക്കുന്ന സ്ഥലത്താണ് എന്തിരിക്കുന്നത് അറിയാമോ? മോസ്ക് ഇരിക്കുന്നത്. ഡോം ഓഫ് ദ റോക്ക് അല്ലേ? ആ മോസ്ക് ഇരിക്കുന്നത് അവിടെയാ. അത് പൊളിക്കാതെ ഈ 3 ഭാഗമുള്ള പള്ളി പണിയുവാൻ, യഹൂദന് ആലയം പണിയുവാൻ, 3rd ടെമ്പിൾ പണിയുവാൻ കഴിയില്ല. പക്ഷേ പിശാച് എതിർ ക്രിസ്തു വന്നിട്ട് പറയാൻ പോകുന്നതെന്ന് അറിയാമോ? ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചല്ല പറഞ്ഞേക്കണത്. ദൈവം പറഞ്ഞിരിക്കുക, പ്രാകാരം ഞാൻ ജാതികൾ. ആരാ ജാതികൾ? ജാതികൾ ആരാ? അല്ല, ഇവിടെ പറയുന്ന ജാതി ആലയത്തിന് പുറത്ത് പ്രാകാരം അളക്കാട്ടെ വിട്ടേക്കുക, അത് ഞാൻ ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, ജാതികൾ ആരാ? മുസ്ലിങ്ങൾ. ഡോമിരിക്കുന്ന എവിടെയാ? ഇസ്രായേലിലെ യെരൂശലേമിൻ്റെ യഹൂദന്റെ ആലയം പണിതാൽ, ആ സ്ഥലം പണിതാൽ അതിന് പ്രാകാരം വരുന്ന സ്ഥലത്താണ് മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദ റോക്ക് മോസ്ക് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പൊളിക്കാതെ പള്ളി പണിയാൻ പറ്റത്തില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം ഒരാൾക്കും കാണാൻ കഴിയത്തില്ല. പക്ഷേ ഒരുവൻ വന്ന് എതിർ ക്രിസ്തു വന്നിട്ട് പറയും, അറിയാമോ? ഈ വാക്ക് പറയും. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അപ്പോസ്തലനായ യോഹന്നാന് കൊടുത്ത വെളിപ്പാടാ. ഇത് എതിർ ക്രിസ്തുവിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പറയാം ഇതിങ്ങനെ അല്ലേ, അത്രയേ ഉള്ളത്. ഇവിടെ പറയാ, പ്രാകാരം ഞാൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു, അവിടെ അവരുടെ പള്ളി ഇരിക്കട്ടെ. നിങ്ങൾ പ്രാകാരമില്ലാത്ത 3rd ടെമ്പിൾ പണിതാൽ മതി. സൊല്യൂഷനായോ? 2 പേർക്കും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതല്ല, ദേ ബൈബിൾ വാക്കാ അല്ലേ? ഇത് ഡിനിലെ സുവിശേഷമല്ല, ഇത് കർത്താവിൻ്റെ സുവിശേഷമാണ്. പറയുന്നത്, ഈ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ ആരാ? ഇവർ 42 മാസം ദൈവം അവർക്ക് കൊടുത്തിരിക്കുക. 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം കൊടുത്തിരിക്കുക. ആ 3.5 വർഷത്തിന് ഒടുവിലാണ് എതിർ ക്രിസ്തു ആലയത്തിൽ കയറിയെന്ന് ഹനനയാഗവും ഭോജനാഗവും നിർത്തലാക്കുന്നത്. ഇപ്പം പിടുത്തം കിട്ടിയപ്പോൾ അടുത്ത 3.5 വർഷം ദൈവത്തിൻ്റെ പ്രതികാലകാലമാണ്. പ്രതികാരകാലമാണ്. രണ്ടാമത്തെ 3.5 വർഷം പ്രതികാരകാലമാണ്. ഓക്കെ, എത്ര മനസ്സിലാവുന്ന നിനക്ക്? അപ്പോൾ ഇതാണ് ഇവിടെ പറയാൻ പോകുന്ന ഒന്നാമത്തെ 3.5 വർഷത്തിൻ്റെ ഇസ്രായേൽ ബന്ധം. ഇവിടെ അന്തിക്രിസ്തു വരുമ്പോൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തു വരുമ്പോൾ ഇവനാണ് ഞങ്ങളുടെ മിശിഹ എന്ന് ഇവർ പറയും. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴും ക്ലാസ്സിലെടുത്തോളാം. മിശിഹ എന്ന് പറഞ്ഞ് ഇവനുമായി ടൈപ്പായിട്ട് ഇവർ ഈ 42 മാസം അവനോട് ചേർന്ന് ഈ ലോകത്തെ വലിയ വലിയ ബിസിനസ് മാളുകളും, വെളിപ്പാട് 18-ാം അധ്യായമൊക്കെ പറഞ്ഞിരിക്കുന്ന വലിയ മാളുകൾ, ബാബിലോൺ എന്ന ബിസിനസ് സാമ്രാജ്യത്തൊക്കെ പണിയുന്നത് ആ നാളുകൾ ആയിരിക്കും എന്ന് മറന്നു പോകരുത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? ഇനി ശ്രദ്ധിച്ചേ, 42 മാസം 3.5 വർഷക്കാലം അല്ലേ? 2 മുസ്ലിങ്ങളുടെ ഡോം ഇവിടെ ഇരിക്കുന്നു, യഹൂദന്മാരുടെ ആലയം ഇപ്പുറത്ത് നിൽക്കുന്നു അല്ലേ? ഈ 3.5 വർഷക്കാലം അവർ ഒരുമിച്ച് ഭൂമിയിൽ ലോകത്തിലായിരിക്കും. എന്നാൽ വേറൊരു വാക്ക് ബൈബിളിൽ സുപരിതമായൊരു വേദവാക്യമുണ്ട്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നുള്ള വാക്ക് എപ്പോഴും പറയുന്ന വാക്കാ അല്ലേ? അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന വാക്ക്. എന്താണ് ആ വാക്ക്? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയും. കാരണം 3.5 വർഷക്കാലം എതിർ ക്രിസ്തു വന്നിട്ട് ഭൂമിയെ സമാധാനം പറഞ്ഞു എന്ന് 2 പേരെ ഡോമും അവരുടെ ആലയവും പണിത് 3.5 വർഷക്കാലം ഒരുമിച്ച് പോയ ശേഷം അതിൻ്റെ ഒടുവിൽ 3.5 വർഷക്കാലം കഴിയാറാകുമ്പോൾ ഇവൻ കയറി ആലയത്തിൽ നിന്ന് പറയും, യഹൂദന്മാരെ എന്നെ നമസ്കരിക്കാൻ പറയും. ക്ലിയറുള്ളൂ? നമ്മൾ നേരത്തെ വായിച്ചില്ലേ? ആ സമയം അതെപ്പോഴാ? 3.5 വർഷം അർദ്ധരാത്രി വരുന്ന മണവാളൻ മധ്യേ അല്ലേ? 7 വർഷം മധ്യേ എന്നൊക്കെ പല പേര് പറയാൻ കാരണം ഇതൊക്കെ ബൈബിളിലെ വാക്കുകളാണ്. ആ സമയം ഒരു കാര്യം കൂടി എക്സ്ട്രാ സംഭവിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ 3.5 വർഷത്തിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, ആലയം പണിയാൻ അനുമതി ലഭിക്കും, ആലയം പണിതിരിക്കും.
3.5 വർഷക്കാലം മനോഹരമായി പോയിരിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഒരിക്കലും മാറ്റമില്ല. പാട്ടുകാരി കറിക്കോട്ടെ, ഒരിക്കലും മാറ്റമില്ല. ശ്രദ്ധിച്ചേ, 1-ാം അധ്യായത്തിൽ പറയുക, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും. അപ്പോൾ യേശു കർത്താവ് മേഘാരൂഢനായി വരുമെന്ന കാര്യം മറന്നു പോകരുത്. കള്ളനെ പോലെ വരുന്ന കർത്താവുമുണ്ട്, അർദ്ധരാത്രി അല്ലേ, അർദ്ധരാത്രി വരുന്ന ഒരു മണവാളനുണ്ട്. എന്നാണെങ്കിലും മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആരാ കുത്തിത്തുളച്ചവർ? ആരാ? AD 32 മതത്തിൽ കർത്താവിനെ കുത്തിയവരെ ഓർമ്മയോടെ ഒന്നേക്ക്, കാൽവരി ക്രൂശിൽ വെച്ച് അല്ലേ? കുത്തിയവർ. അവർ പറഞ്ഞു, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും രക്തത്തിനും ഞങ്ങൾക്ക് പേടിയില്ല, നിന്നെ കൊല്ലൂന്നാ പറഞ്ഞത്. അവർ കുത്തി, യേശുവിനെ കുത്തിത്തുളച്ചു. യഹൂദന്മാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിതമായ വേദവാക്യമാർ. പക്ഷേ ആ കുത്തിത്തുളച്ചവർ മേഘാരൂഢനായി വരുന്ന കർത്താവിനെ കാണും. അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്? ഏത് കണ്ണും, ഹിന്ദു മുസൽമാൻ വേറെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും. ഈ ഗോത്രങ്ങൾ ഏതാ? ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാനൊന്നും അല്ലത്. ഈ ഗോത്രം 12 ഗോത്രങ്ങളെ കുറിച്ചാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? 12 ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. തൊട്ട് മുമ്പ് വരെ ഒരു കുലുക്കുമില്ല, അവർ വേറെ ആൾക്കാർ എതിർ ക്രിസ്തുവായിട്ട് ടൈപ്പാ. പക്ഷേ ഇപ്പോഴാണ് അവരെ കണ്ണ് തുറന്നത്, അല്ലേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? തുറന്നപ്പോൾ അവർ കുത്തിയവങ്ങളിലേക്ക് നോക്കും, അവർ യേശുവിനെ കാണും. അവൻ മേഘാരൂഢനായി വരുന്നത് എപ്പോഴാണ് വരുന്നത്? 3.5 വർഷത്തെ ആ ഒടുവിലും അല്ലെങ്കിൽ നടുക്ക് മധ്യത്തിൽ. അവൻ എന്തിനാ വരുന്നത്? പറഞ്ഞേ. 7 വർഷത്തിന് മുമ്പേ അവൻ കള്ളനെ പോലെ വരുന്നത് അവരുടെ വിശുദ്ധ മണവാട്ടിയെ ചേർപ്പാൻ. 3.5 വർഷം കഴിഞ്ഞ് അർദ്ധരാത്രി വരുന്ന മണവാളൻ എന്തിനാ വരുന്നത്? കൈവിടപ്പെട്ടു പോയവരെ ചേർപ്പാൻ വരുമ്പോൾ ആ സെക്കൻഡിൽ, ആ മധ്യത്തിൽ അവൻ ഈ യഹൂദന്മാരെ കുറിച്ച് പറയുക, അവർ കുത്തിയമംഗലേക്ക് നോക്കും. അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ ഒരു കാര്യം സംഭവിക്കും. എതിർ ക്രിസ്തു ആലയത്തിനകത്ത് കയറിന്ന് പറയും, എന്നെ ആരാധിക്കാന്ന് പറയുമ്പോൾ ആ സെക്കൻഡിലാണ് അവിടെ കണ്ണുകൾ തുറക്കുന്നത്. വിലാപത്തിലേക്ക് ദൈവം അനുതാപത്തിനെ ആത്മാവിന് ദൈവം അവരുടെ മേൽ ഒഴുകിക്കൊടുക്കും, അല്ലേ? വായിച്ചിട്ടില്ലേ? കൊടുത്തിട്ട് അവരെ കണ്ണു തുറന്ന് അവർ യേശുവിനെ കാണും. ഈ കുത്തിത്തുളച്ചവരൊക്കെ കർത്താവ് മേഘാരൂഢനായി വരുന്നത് അവർ കാണും. അപ്പോഴാണ് 1,44,000 പേരെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 8-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്ന 12 ഗോത്രത്തിൽ നിന്ന് 12,000 വെച്ച് 1,44,000 പേരെ മുദ്രയിടുന്ന സമയം ഇപ്പോഴാണ്. പിടുത്തം കിട്ടി നിങ്ങൾക്ക്? ഏകദേശം ക്ലിയർ ആണോ? ഓക്കെ. ബാക്കി നമുക്ക് പഴയ നിയമത്തിലെ ചരിത്രമൊക്കെ ഒന്ന് അല്പം ചരിത്രം പഠിക്കുക. അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അല്പം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് വാക്യം ചിന്തിക്കാം. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഗ്രഹിച്ചോ? ഒരുപാടല്ലെങ്കിലും കാരണം പഠിക്കാൻ കാരണം നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആവശ്യമില്ല. കാരണം അതിനു മുമ്പേ നമ്മൾ ഇവിടുന്ന് പോകും. എങ്ങാനും കൈവിടപ്പെട്ടു പോയാൽ, എങ്ങാനും കൈവിടപ്പെട്ടു പോയാൽ അവിടെയും രക്ഷയുണ്ട്. പുത്രത്വമല്ല, ദാസത്വം. പഴയ ഭക്തന്മാരുടെ കൂടെ ജീവിക്കുന്ന കൂട്ടർ, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ വടക്ക് കിഴക്ക് പടിഞ്ഞാറെന്നൊക്കെ വന്ന് പന്തിക്കെതിരിക്കുന്ന ഒരു കൂട്ടർ അവിടെ വേറെയുമുണ്ട് നിത്യതയിൽ. ഓക്കെ, നമുക്കത് നിശ്ചയിക്കാം എല്ലാവർക്കും.